വിചാരിക്കുന്നത് അതുപോലെ പ്രകടമാവുക, ഇതെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ വിചാരിച്ചാൽ പോലും ഞാൻ എന്താണോ ബോധപൂർവം പ്രയത്നിച്ചാലും ഉള്ളിലുള്ള വിചാരം അതുപോലെ ഭാഷയിലൂടെ പ്രകടമാക്കുക, അത് അനുവാചകരിലേക്ക്, കേൾക്കുന്നവരിലേക്ക് എത്തുക. ഇതൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. വളരെ അപൂർവം പേരെ അതിൽ വിജയിക്കുന്നുള്ളൂ. എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അത് അതുപോലെ തന്നെ ആളുകളിലേക്ക് എത്തുകയും അവർ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. പിന്നെ ഇതൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, വിവേചനം ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, നിങ്ങൾ അതുപോലെ തന്നെയാണോ മനസ്സിലാക്കുന്നത്, തിരിച്ചതുപോലെ നിങ്ങൾ എന്നോട് പറയുന്നത് ഞാൻ അതുപോലെ തന്നെ മനസ്സിലാക്കുന്നുണ്ടോ, ഇതൊക്കെയും ആരും എന്ത് ചെയ്യുന്നില്ല, ഒരു ഫോളോ അപ്പ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഗുരുകുലങ്ങളിൽ അതായിരുന്നില്ല സ്ഥിതി. ഗുരുകുലങ്ങളിൽ പഠിക്കുന്നയാളും പഠിപ്പിക്കുന്നയാളും, ഗുരുവും ശിഷ്യനും സമകാലത്തുണ്ടാവും. സമകാലത്ത്, സമദേശത്ത്, സമാനദേശത്ത് ഉണ്ടാവും. അപ്പൊ അവർ തമ്മിലുള്ള ഒരു പാരസ്പര്യം അവിടെ നിർബന്ധമാണ്. അപ്പൊ നേരത്തെയുള്ള ചിന്തയുടെ, രൂഢമായ വ്യവഹാരത്തിന്റെ, ആചാരത്തിന്റെ ഒക്കെ സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്, ഈ ഗുരു നിൽക്കുന്നത്, അല്ലെ ആചാര്യൻ നിൽക്കുന്നത്. പരമ്പരയുടെ മൂർത്തി ആയിട്ടാണ് ഈ ആചാര്യനല്ലേ ഗുരു നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് പരമ്പരയെ സാക്ഷാത്കരിക്കുക, പരമ്പരയെ സാക്ഷാത്തായി നിലനിർത്തുക, അതിനെ അന്യർക്ക് പകർന്ന് അതിന്റെ സത്യരൂപത്തെ നിലനിർത്തുക. ഈ പരമ്പരയുടെ സത്യത്തെ നിലനിർത്തുക എന്നത് ബാധ്യതയായിരിക്കുന്ന ആളെയാണ് നമ്മൾ ഗുരു അല്ലെങ്കിൽ ആചാര്യൻ എന്ന് പറയേണ്ടത്. തന്നെ ബോധ്യപ്പെടുത്തുക, തന്നെ ശരി വയ്ക്കുക അല്ലെങ്കിൽ വെപ്പിക്കുക, ഇതല്ല ഒരു ആചാര്യന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ മുഖ്യ ധർമ്മം. ഇത് കുറെ കാലമായിട്ട് ഇത്തരം വിഷയങ്ങൾ മങ്ങിയും മയങ്ങിയും ഒക്കെ അങ്ങ് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ മറയിലായിരിക്കുകയാണ്. അവ രണ്ട് പ്രധാനപ്പെട്ട മറകൾ വന്നു. ഒന്ന് ഛന്ദസ്. ഛതി, ആച്ഛാദനെ ധാതുവിൽ നിന്നാണ് ഛന്ദസ് എന്ന ശബ്ദം വരുന്നത്. വേദത്തിന്, വേദഭാഷയ്ക്ക് ഛന്ദസ് എന്നാണ് അപരനാമം അല്ലെങ്കിൽ മുഖ്യനാമം. നമ്മൾ വ്യവഹരിക്കുന്ന ഭാഷയ്ക്ക് അല്ലെങ്കിൽ മാധ്യമത്തിന് ഭാഷയെന്നും വേദഭാഷയ്ക്ക് ഛന്ദസ് എന്നുമാണ് വ്യാകരണാദി ശാസ്ത്രങ്ങളുടെ പ്രയോഗം. അതേ നിലയിൽ മറ എന്ന ശബ്ദമാണ് അതേ അർത്ഥത്തെ പ്രകടമാക്കുന്ന രീതിയിലാണ് തമിഴിലും മലയാളത്തിലും ഒക്കെ മറ, നാൻമറ, മഹാമറ എന്നൊക്കെയുള്ള ശബ്ദം വരുന്നത്. അടുത്ത ഒരു മറ എന്ന് പറയുന്നത് നമ്മൾക്കിടയിലുള്ളതാണ്. അപ്പൊ ഇതിനിടയിലാണ് മറഞ്ഞ പരമ്പര നിൽക്കുന്നത്. ഈ പരമ്പരയുടെ സാക്ഷാത് രൂപം ഗുരുവാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഗുരുവും ശിഷ്യനും ഒരേ കാലത്തും സ്ഥലത്തും വ്യവഹരിക്കുമ്പോഴാണ് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നത്, നിരന്തരമായിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കുന്നത്. വല്ലപ്പോഴും ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ചിന്തകളുടെ സാമ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സാക്ഷാത്കരണം, അത് സാധിക്കില്ല. കാരണം രണ്ട് വ്യവഹാര പരിസരത്ത് നിന്നുകൊണ്ട്, രണ്ട് ചിന്താ തലങ്ങളിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ കേൾക്കുന്നു, എന്തൊക്കെയോ ധരിക്കുന്നു എന്നതല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു സാമ്യം, സമാന ഭാവത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുക, തുല്യ നിലയിലാവുക. ഈ വെള്ളം ഉണ്ടല്ലോ, വെള്ളം നമ്മൾ രണ്ട് പാത്രത്തില്, ഒരു പാത്രം കാലിയായിരുന്നു, ഒരു പാത്രത്തിൽ നിറഞ്ഞിരുന്നു. പാത്രങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെള്ളം വീതം വെക്കുന്നു, എന്നിട്ട് തുല്യമാക്കുന്നു. അപ്പൊ സാധാരണ വെള്ളത്തെ സംബന്ധിച്ച് തുല്യമാക്കുമ്പോൾ എന്തുണ്ടാവുന്നു, നേരത്തെ നിറഞ്ഞിരുന്നത് പകുതിയാകും. എന്നാലല്ലേ രണ്ടിലും തുല്യമാകുള്ളൂ. ഒന്നിൽ ഒന്നുമില്ലായിരുന്നു, ഒന്നിൽ നിറഞ്ഞിരുന്നു. ആ നിറഞ്ഞിരുന്ന വെള്ളത്തെ, പാത്രത്തിൽ നിന്നുള്ള വെള്ളത്തെ നമ്മൾ കാലിയിലേക്ക് നീക്കുമ്പോൾ, തുല്യമാക്കുമ്പോൾ രണ്ടും തുല്യമാകും, പക്ഷെ ഒന്ന് പകുതിയാകും. ഇവിടെ ഈ പരമ്പരയുടെ വിഷയത്തിൽ അറിവ് പകരും തോറും കൂടുന്നു എന്നുള്ളൊരു ഒരു നിലയുണ്ട്. പ്രസിദ്ധമായത് ഒരു സുഭാഷിതമുണ്ട്, വിദ്യാധനം സർവധന പ്രധാനം എന്ന്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
വ്യയേ കൃതേ വർദ്ധത ഏവ നിത്യം. വ്യയേ കൃതേ വർദ്ധതേ നിത്യം. നിത്യവും വ്യയം ചെയ്യുമ്പോൾ വർദ്ധിക്കുന്നതിന്റെ പേരാണ് വിദ്യ. നിത്യകാര്യമാണ്, നിത്യകർമ്മമാണ്. നിത്യവും വ്യയം ചെയ്യുമ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് കുറയുന്നില്ല. സാധാരണ വസ്തുക്കളാവട്ടെ, ദ്രവ്യമാകട്ടെ, സമ്പത്താകട്ടെ, ചെലവാക്കും തോറും അതെന്ത് ചെയ്യുന്നു? കുറയുന്നു. നേരത്തെ ഉള്ള വെള്ളത്തിന്റെ കാര്യം, പകരുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്ന് തുല്യമാകുമ്പോൾ ഒരിടത്ത് കുറവും, ഒരിടത്ത് അതനുസരിച്ചുള്ള കൂടുതലും അനുഭവപ്പെടുന്നു. ഇവിടെ അങ്ങനല്ല. ഗുരുവിൽ നിന്നും ശിഷ്യനിലേക്ക് നിത്യേന, കാരണം നേരത്തെ പറഞ്ഞ പോലെ 5 പ്രധാനപ്പെട്ട നിത്യകർമ്മങ്ങളുണ്ട്. നിത്യകർമ്മങ്ങളിൽ ഒന്നാണ് ഈ ഗുരുസേവ. ബ്രഹ്മയജ്ഞം എന്നൊക്കെ പറയുന്ന ആ ഗുരുസേവ എന്ന് പറയുന്ന ഗുരുസേവ ശാസ്ത്രസേവ തന്നെയാണ്. അതിന് നിമിത്തമായിട്ട് ശാസ്ത്രത്തിന്റെ ഒരു ആൾരൂപമായിട്ട് ഗുരു നിൽക്കുന്നത് കൊണ്ട് ആ നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം പൂജ്യനാകുന്നു. വിദ്യ പൂജ്യമായതുകൊണ്ട് ആ ഗുരുവിന് കൂടി അത് കിട്ടുന്നു, ലഭിക്കുന്നു ആ ഒരു പൂജ്യത. അപ്പൊ ഇത് ഈ ഗുരുവിൽ നിന്നും ശിഷ്യനിലേക്ക് പകരുമ്പോൾ രണ്ടിടത്തും കുറവ് വരികയല്ല, മറിച്ച് പൂർണ്ണത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പൂർണ്ണമേവ അവശിഷ്യത എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ശാന്തി പാഠത്തിലുണ്ട്. അപ്പോൾ പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണത്തിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ ആത്മാക്കൾക്കിടയിലാണ്, വ്യത്യാസമില്ലാത്ത ആത്മാക്കൾക്കിടയിലാണ് സത്യത്തിലെ ശുദ്ധജ്ഞാനത്തിന്റെ സഞ്ചരണം, സത്യത്തിന്റെ സഞ്ചരണം. അതിനിടയിലുള്ളതെല്ലാം മറവാണ്. ഈ മറ മെല്ലെ മെല്ലെ നീങ്ങുകയാണ് ചെയ്യുന്നത്. ഈ മറയെ നീക്കാൻ ഉതകുന്നത് കൊണ്ടാണ് നമ്മുടെ വേദത്തെ മറയെന്ന് പറയുന്നത്. അവിടെ എന്തിനെയാണ് ആച്ഛാദനം ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സാധാരണ നിലയിൽ മറച്ചു പിടിച്ചിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. അപ്പം ദേവാദി തത്വങ്ങളെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ദിവ്യ തത്വങ്ങളെ, ഈ ജീവിതത്തിന്റെ ദിവ്യതയെ സാധാരണ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ വഴിയൊന്നുമില്ല. ഇന്ദ്രിയങ്ങളിലൂടെ ഒന്നും അത് വെളിപ്പെടുന്നില്ല. കുറെ അനുഭവത്തിലൂടെ, കുറെ ജീവിച്ച് വരുമ്പോൾ ഭാഗ്യത്തിന്, അല്ലെങ്കിൽ ആളുകളുടെ സഹവാസം കൊണ്ട്, നല്ല സത്സംഗം കൊണ്ട് ജീവിതത്തിന്റെ മൂല്യത്തെപ്പറ്റി, അതിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ ബോധമുണ്ടായാൽ ആയി. അപ്പൊ ജീവിതത്തിന്റെ ദിവ്യത, ആ ഡിവൈൻ ലൈഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന സ്ഥിതി മനസ്സിലാക്കാൻ സാധാരണഗതിയിൽ നമുക്ക് വഴിയൊന്നുമില്ല. അപ്പൊ ഈ ദിവ്യത പകർന്നു കൊടുക്കുന്നത് വേദമാണ്. വേദമാണ് ഈ ഗുരു പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ വേദം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിശ്ചിത കാലം, നിശ്ചിതാവധി ഓരോന്നിനും വയ്ക്കും. ഇത്ര കാലം 11 എന്നാണ് ഒരു കണക്കാണ് പൊതുവെ പറയുന്നത്. 4 വേദത്തിനും 11 വർഷം വീതം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ 44 വർഷം. 44 വർഷം 8ാമത്തെ വയസ്സിൽ അല്ലെ 6ാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്തു പോകുന്ന ഒരു കുട്ടി അത്രയും വർഷമാണ് ശാഖ, ഉപശാഖ, ശാംഗ, ഉപാംഗ ആദി സഹിതം ഓരോ വേദവും പഠിക്കേണ്ടത്. അപ്പൊ അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ല എന്ന് ചോദിക്കാം. ഇന്നത്തെ കാലത്ത് വേറെ ജോലിയില്ല. മുഖ്യമായ ജോലി അതാണ്. എല്ലാവരും ചേർന്ന് അധ്വാനിക്കുന്നു സുസ്ഥിതിക്ക് വേണ്ടി, സ്വസ്തിക്ക് വേണ്ടി. സ്വസ്തിയയനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനാണ് കൃതയുഗം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ഈ അനുദയനഹി പ്രത്യൂഢ, അങ്ങോട്ടും ഇങ്ങോട്ടും മറ പിടിച്ചുകൊണ്ട്, മറയിൽ നിന്നുകൊണ്ട് വ്യവഹരിക്കാത്ത ഒരു കാലം സാധ്യമാണെങ്കിൽ, തുറവി എന്ന് നമ്മൾ പറയത്തില്ലേ, ഒരു തുറന്ന മനോഭാവം എല്ലാ കാര്യത്തിലും ഉണ്ട് എങ്കിൽ അവിടെ പിന്നെ വിനിമയം ഒറ്റ കാര്യത്തിനേ ഉള്ളൂ, സത്യത്തിന്റെ, ജ്ഞാനത്തിന്റെ വിനിമയം. സത്യമേ വിനിമയം ചെയ്യാനുള്ളൂ, വേറൊന്നും വിനിമയം ചെയ്യാനില്ല. ഓരോരുത്തരുടെയും ബോധ്യം അല്ലെങ്കിൽ അതിന്റെ തലങ്ങളൊക്കെ ഭിന്നമായിരിക്കാം. അതെല്ലാം എന്ത് ചെയ്യുന്നു? നേരത്തെ വെള്ളം പകരുന്നത് പോലെ വെള്ളം പകരുന്ന ആ ഒരു നില എടുക്കേണ്ട, വിദ്യ പകരുമ്പോൾ അത് സമാനതയിലേക്ക് വരികയാണ്. എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് വിദ്യ എത്തുമ്പോൾ എനിക്ക് കുറവുണ്ടാവുക, നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുക, അങ്ങനെയല്ല. വിദ്യയിലൂടെ പൂർണ്ണമാണ് നടക്കുന്നത്. അപ്പം കൊടുക്കുന്നയാൾക്ക് ചോർന്നു പോവുക, കിട്ടുന്നയാൾക്ക് കൂടുതൽ കിട്ടുക, അങ്ങനെയൊന്നുമില്ല വിദ്യയെ സംബന്ധിച്ച്. അപ്പൊ ഇത് ഒരു ചെറിയ വിഷയമല്ല. സത്യേന പന്ഥാവിതോ ദേവയാന ഹ്യേനാക്രമന്തി ഋഷയോ ഹ്യാപ്തകാമ യത്
യത്ര തത് സത്യസ്യ പരമം നിധാനം. ഇങ്ങനെ നമ്മൾ പരസ്പരം മറനീക്കി പകരുന്നത് ആത്മതത്വത്തെയാണ്. മറയാതെ ഇരിക്കുന്നത്, വൈകാരിക തലം എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഉള്ളു തുറന്നു കഴിയുമ്പോൾ നമുക്ക് പരസ്പരം പകരാൻ കഴിയുന്നത് എന്ത് എന്ന് നോക്കുമ്പോൾ അത് ആത്മതത്വമാണ്. സത്യത്തിന്റെ പരമമായ നിധാനം അതാണ്, ആത്മതത്വമാണെന്ന് പറയും. ഹേനാക്രമന്തി ഋഷയോ ഹ്യാപ്തകാമ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദാനപ്രദാനം ചെയ്യുമ്പോൾ, മറ നീക്കുമ്പോഴുള്ള ഏറ്റവും വലിയ മറ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള വാസനകളും സംസ്കാരങ്ങളും കൂടി എന്താകുന്നു, പുറത്തേക്ക് പോകുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം എന്തുണ്ടാക്കുന്നു, കുറെയൊക്കെ ചിലരെ ഇഷ്ടമാവും സ്വാഭാവികമായിട്ടും. പിന്നെ ചിലര് കാളിദാസന്റെ വായിക്കുമ്പോൾ നമ്മൾ സാഹിത്യത്തിന്റെ ഭാഷ പറയുമ്പോൾ കാളിദാസന്റെ ഭക്തരായിരിക്കും, കാളിദാസന്റെ ഫാൻസ് ആയിരിക്കും ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ. ചിലർക്ക് ഷേക്സ്പിയറെ ആയിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെ അവരവരുടെ മനോമണ്ഡലം അനുസരിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ വരുന്നു. വലിയ വലിയ ഈ സാഹിത്യം തുടങ്ങിയുള്ള വലിയ ഉന്നത മൂല്യവ്യവസ്ഥയിലേക്ക് എത്തുമ്പോഴും ഈ ഒരു രുചിഭേദം കാണും. കാളിദാസൻ തന്നെ പറയും ഭിന്ന രുചിർഹി ലോകം. ഈ ലോകം തന്നെ രുചിഭേദത്തിലാണ്. ഓരോരുത്തരും ഓരോ ലോകമാണ്, ഓരോരുത്തർക്കും രുചിയുടേതായിട്ടുള്ള വ്യത്യസ്ത ലോകങ്ങളുണ്ട്. അപ്പം ഇഷ്ടാനിഷ്ടങ്ങളും അങ്ങനെ മാറും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ അകത്തെ നമ്മൾ തുറക്കുമ്പോൾ, മറ നീക്കുമ്പോൾ, മറ പലതാണെന്ന് പറഞ്ഞല്ലോ. അത് ഒരു താത്വികമായിട്ടുള്ള വലിയ ഒരു ആഴത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സാമാന്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം മറ എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നീക്കിക്കളയേണ്ടത്. ഇല്ലെങ്കിൽ എന്തില്ല, ഉള്ളിലുള്ളത് എന്തെന്ന് അറിയാൻ കഴിയില്ല. നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ സൃഷ്ടിയിൽ നിയോഗിച്ചിരിക്കുന്നത്. എന്റെ ഉള്ളിലുള്ള കാര്യം സമ്പൂർണമായും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്റെ ചേഷ്ടയിലൂടെ, പറയുക, ചെയ്യുക തുടങ്ങിയ ചേഷ്ടയിലൂടെ മാത്രമേ സാധ്യമാകൂ. അപ്പൊ പരസ്പരം മറഞ്ഞ നിലയിലാണ് നമ്മൾ ഇരിക്കുന്നത്, വ്യക്തിത്വത്തെ പരസ്പരം മറച്ചുകൊണ്ട്. വാസ്തവത്തിൽ ആലോചിക്കണം, നിരതിശയാശ്ചേതന, ചേതനങ്ങൾക്കിടയിൽ ബോധം എന്ന് പറയുന്ന ആ സ്വഭാവം, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഇച്ഛ, ദ്വേഷം തുടങ്ങിയുള്ള ഗുണങ്ങൾ ഉള്ള, മൗലിക ഗുണങ്ങളുള്ള നിത്യവസ്തുക്കൾ, ഒരു വ്യത്യാസവുമില്ല, നിത്യമാണ്. നിത്യമായ വസ്തുക്കൾക്കിടയിൽ നേരത്തെ ഒന്നുകൾ എന്ന് പറഞ്ഞല്ലോ, പല ഒന്നുകൾ പോലെ ഭിന്നതയൊന്നുമില്ലാത്ത നിലയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് അതിശയമാണ്. അതിശയം എന്ന് വെച്ചാൽ വേറിട്ട താരതമ്യം, താരതമഭേദം അതില്ല. ജീവന്മാർക്കിടയിൽ സത്താപരമായി താരതമഭേദമില്ല. താരതമഭേദമില്ല എന്നത് എന്തുകൊണ്ട് മനസ്സിലാവുന്നു? ഇച്ഛ തുടങ്ങിയുള്ള ഗുണങ്ങളെല്ലാം എല്ലാവരിലും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളുടെ വിശേഷപ്പെട്ട ഒരു പ്രകരണവും പ്രമേയം അതായിരുന്നു. ഉറുമ്പ് മുതൽ ആന വരെ, കുതിര മുതൽ മനുഷ്യൻ വരെ ഉള്ള അവിടെയെല്ലാം ജീവന്റെ ഇച്ഛ തുടങ്ങിയുള്ള ഗുണങ്ങള്, മൗലിക ഗുണങ്ങള് പ്രസക്തമാണ്. എല്ലായിടത്തും അത് വിളങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യ ശരീരത്തിൽ ഇപ്പോൾ ഇരുന്നു കൊണ്ട് വേദാദി വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു കർമ്മത്തിന്റെ അവസ്ഥാന്തരങ്ങളിൽ ആനയായിരുന്നിട്ടുണ്ടാവും, കുതിരയായിരുന്നിട്ടുണ്ടാവും, ഉറുമ്പായിരുന്നിട്ടുണ്ടാവും. ആ തരതമ ഭേദങ്ങളെ വിവരിക്കുവാൻ വേണ്ടിയാണ് ശ്രുതി തത് ത്വം അസി എന്ന് പറയുന്നത്. അതാണ് തത്വമസി എന്ന വാക്യത്തിന്റെ പൊരുൾ. അവിടെ ഏതാണ്ട് 9ഓളം പ്രകരണങ്ങളിലാണ്, പ്രകരണശയാണ് ഈ ഒരു ബോധത്തെ ഉദ്ദാലകാരുണി എന്ന ആചാര്യ പിതാവാണ് അവിടെ ഉപദേശിക്കുന്നത്. പിതാവ് പുത്രന് പറഞ്ഞു കൊടുക്കുകയാണ് തത്വമസി. ഗുരു ശിഷ്യ ഉപദേശം എന്നതിനെ ആ നിലയ്ക്ക് പറയാൻ കഴിയില്ല. കാരണം ഗുരുകുലത്തിൽ നിന്നും മടങ്ങിയെത്തിയ ശ്വേതകേതു പുത്രൻ, മകൻ, അവനെ നോക്കുമ്പോൾ ഇദ്ദേഹവും ആചാര്യനാണ്, ഗുരുവാണ്. അപ്പൊ അവിടെ ഗുരുകുലം ഗൃഹം എന്ന വ്യവസ്ഥ ഉണ്ട് എങ്കിലും ഒരു ഗൃഹത്തിൽ തന്നെ ആ കുട്ടി നിൽക്കണമെന്നില്ല. അവൻ ഇഷ്ടമുള്ള, യോജിപ്പുള്ള വർണ്ണവ്യവസ്ഥ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ ഏത് വിഷയം പഠിക്കുവാൻ, ഏത് ഗുരുവിനെ, ഏത് ഗുരുകുലത്തെയാണ് ആശ്രയിക്കേണ്ടത്, അവിടേക്ക് അങ്ങ് പോവുകയാണ്. അപ്പൊ അവിടെ അച്ഛൻ, അമ്മ ഇത്യാദികൾക്ക് വലിയ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് 5-8 വയസ്സാകുമ്പോൾ തന്നെ ഇവരെ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വിടുന്നത്. പ്രമാണമുണ്ട്. അതിന് ശേഷം 5ഉം 8ഉം വയസ്സ് ഇതിനോട് അടുപ്പിച്ച് ഒരു സാമാന്യ വിദ്യാലയത്തിലേക്ക്, ഗുരുകുലത്തിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടാത്ത അച്ഛനും അമ്മയും അവരുടെ ശത്രുക്കളാണ്, ആത്യന്തിക വൈരികളാണ്.
നമ്മെ സംബന്ധിച്ച് ഇന്ന് അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് ഇന്നത്തെ ഒരു ഒരു പൊതുവായ ജ്ഞാനവ്യവസ്ഥയില് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ അതൊക്കെ പറഞ്ഞാൽ അതിവിചിത്രമായിട്ടിരിക്കും. അപ്പൊ വെച്ചുകൊണ്ടിരിക്കുകയേ ചെയ്യരുത് എന്ന് മാത്രമല്ല, അവിടെ അയക്കണം. അവിടെ പിന്നെ ഗുരൂപസക്തി ചെയ്യുകയാണ്. ഗുരുവിനടുത്ത് പോയി ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കർമ്മം ചെയ്യുന്നത്. അപ്പൊ എത്ര ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ എത്ര പ്രയാസപ്പെട്ടും എത്ര സമയമെടുത്തു, എന്ത് വില കൊടുത്തു വിദ്യ നേടുക, ആ വിദ്യ ഫലപ്രാപ്തിയിൽ എത്തുന്നതുവരെ അനുസന്ധാനം ചെയ്യുക എന്നതാണ് നയം മനുഷ്യനോട് ചെയ്യാൻ ഈശ്വരൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വേദം അനുശാസിക്കുന്നത്. അതിന് എത്ര സമയമെടുത്താൽ, അതുകൊണ്ടാണ് 44 വയസ്സ് വരെ 44 വർഷം പ്രയത്നിച്ച് ഒക്കെയാണ് വിദ്യ വ്രത സ്നാതകരായിട്ട് മാറുന്നത്. അപ്പം അതുകൂടി ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു വ്യവസ്ഥയിൽ. പിന്നെ ചോദ്യത്തിന്റെ ഉത്തരം ഇതിലുണ്ടാവും, അതിലേക്ക് വരാം. അതിലൂടെ ചില മറ്റു കാര്യങ്ങളൂടെ പറയാനുള്ള ഒരു അവസരം ഉള്ളത് കൊണ്ട് അതിനെ ഒന്നുകൂടി വിസ്തരിക്കുന്നു തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്നാതകത്വമുണ്ട്, ബാച്ചിലർഷിപ്പ്. പഠിക്കുന്ന ഒരാള് സ്നാതകനാകും, സ്നാനം ചെയ്യണം. സ്നാതകം എന്ന് വെച്ചാൽ സ്നാനം ചെയ്യണം. ഇതിവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഈ സ്നാനം എന്ന് പറയുന്നൊരു വ്യവസ്ഥ. കുളിക്കുക, ആറാടുക, കുളിക്കുക എന്നൊക്കെ പറയും. ജ്ഞാനസ്നാനം ചെയ്യുക. നമ്മുടെ ബൈബിളിൽ മറ്റും അത്തരം സങ്കേതങ്ങളുണ്ട്. സ്നാപക യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അദ്ദേഹം ഈ ബാപ്റ്റിസം എന്ന് പറഞ്ഞ സംഗതി കുളിപ്പിക്കലാണ്. അപ്പൊ പഴയ അറിവാകുന്ന ജലം കൊണ്ട് ഈ ആളുടെ ബുദ്ധിയാദി വ്യവസ്ഥകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞിരിക്കുന്നതിനെ തെളിച്ചെടുക്കാനുള്ള, കഴുകി തെളിക്കുക എന്ന് പറയും. കഴിയുമ്പോ എന്തുണ്ട്? അഴുക്ക് പോകും. യഥൈവ ബിംബം മൃതയോപലിപ്തം. നമ്മൾ ഈ കാണുന്ന ബിംബം, ജ്ഞാനരൂപം ആയിരിക്കുന്ന ആത്മാവ്, അത് പൊടി പിടിച്ചിരിക്കുന്ന പോലെയാണ്. അപ്പൊ അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കുക, ആവശ്യമനുസരിച്ച് ജലത്തിന്റെ പ്രയോഗം ചെയ്യുക, ഇതൊക്കെയാണ് അതിനകത്ത് വിധിച്ചിരിക്കുന്നത്. അപ്പം സ്നാനം എന്ന് പറയുന്നത് പൊതുവായ ഒരു വ്യവസ്ഥയാണ്, ജ്ഞാനസ്നാനം. അപ്പം എനിക്ക് മുന്നേ വന്നവൻ ജലം കൊണ്ട് സ്നാനം ചെയ്തു, സ്നാനപ്പെടുത്തി, കുളിപ്പിച്ചു എന്നെവിടെയോ യേശുവിന്റെ വചനമുണ്ട്, എന്റെ ഓർമ്മയാണ്. അതുപോലെ സ്നാപക യോഹന്നാൻ പറയും, ഞാൻ ജലം കൊണ്ട് സ്നാനം ചെയ്യിപ്പിച്ചു, ഇനി വരുന്നവൻ അഗ്നി കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കും, തീ കൊണ്ട്. അപ്പൊ അതാണ് ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ അവിടെ വെച്ചിരിക്കുന്നത്. ജ്ഞാനസ്നാനം. അപ്പൊ ജ്ഞാനജലത്തിൽ അല്ലെങ്കിൽ ജ്ഞാനാഗ്നിയിൽ കുളിക്കുക, കത്തിപ്പോത്തില്ല ആത്മാവായതുകൊണ്ട്. അപ്പൊ ജലം കൊണ്ടുള്ള സ്നാനത്തിന്റെ പ്രത്യേകത എന്താണ്? അതിനൊരു കുറച്ചുകൂടി ഒരു മയമുണ്ട്, ഒരു സ്നിഗ്ധതയുണ്ട്. തീ കൊണ്ടുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളതല്ല, എളുപ്പമുള്ളതല്ല. അത് കേൾക്കാൻ പോലും നമ്മൾ ജ്ഞാനസ്നാനം എന്നൊക്കെ കേൾക്കുമ്പോൾ അത് തീയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയപ്പാടുണ്ടാവും. അപ്പൊ തീ കൊണ്ട് കളിക്കരുതെന്നല്ലേ പറയുന്നത്, പക്ഷെ ഇവിടെ തീ കൊണ്ട് കുളിക്കണമെന്നാണ് പറയുന്നത്. ജ്ഞാനസ്നാനം, ജ്ഞാനം തന്നെ ജ്യോതിസാണ്, അഗ്നിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുളിക്കുക. ആരാണ് അവിടെ കുളിക്കുക? ആത്മാവായിരിക്കുമല്ലോ, ചൈതന്യത്തിനാണ്. അപ്പൊ ചൈതന്യത്തിന് പരസ്പരം എന്താണ്? മറയില്ലാത്ത മറ നീക്കലാണ്. ഗുരു ശിഷ്യനൂടെ ഉള്ള വ്യവഹാരത്തിൽ മറ നീങ്ങും. അതിനുവേണ്ടി, ഈ മറ നീക്കുവാൻ വേണ്ടി രഹസ്യങ്ങളെ ഉപദേശിച്ചിരിക്കുന്ന, കെട്ടി ഗ്രന്ഥരൂപത്തിൽ നൽകിയിരിക്കുന്നതിന്റെ പേരാണ് ഛന്ദസ്, മറ. ആ മറ ശബ്ദത്തിന് പല അർത്ഥങ്ങൾ കൽപ്പിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ പ്രകടനം അനുസരിച്ച് ഈ ഒരു അർത്ഥം സമഞ്ജസമായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ നഹി സത്യാത് പരം ജ്ഞാനം, സത്യത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ജ്ഞാനമില്ല. തസ്മാത് സത്യം സമാചരേത്, സത്യത്തെയാണ് ആചരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞു, സത്യേന പന്ഥ വിതതോ ദേവയാന. ദേവയാനം, ദേവന്മാർ സഞ്ചരിക്കുന്ന മാർഗം, വിദ്വാൻമാർ സഞ്ചരിക്കുന്ന മാർഗം, ഋഷികൾ സഞ്ചരിക്കുന്ന മാർഗം, ദേവയജ്ഞം തുടങ്ങിയ 5 യജ്ഞങ്ങളുടെ ആ ക്രമം ഒന്ന് ഓർക്കണം. നിങ്ങളൊക്കെ സന്ധ്യാവന്ദനാദികൾ ചെയ്യുന്നു, നിത്യം പ്രാർത്ഥനാദികളുണ്ട്, അതുപോലെ കഴിവതും അഗ്നിഹോത്രം ചെയ്യുന്നു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ നിത്യകർമ്മങ്ങളുമായിട്ട് ബന്ധമുള്ളവർക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുവാനാവും. സത്യേന പന്ഥ വിതതോ ദേവയാന, അനേകം മാർഗങ്ങളുണ്ട്. മാർഗങ്ങള് അനവധിയുണ്ട്. നമ്മൾ മാർഗത്തെ പറ്റിയാണല്ലോ നമ്മളെ ചർച്ച മുഴുവനും. അറിവിലെത്താനുള്ള, ശരിയായ അറിവിനെ പ്രാപിക്കുവാനുള്ള മാർഗം അത് തേടുന്നു നമ്മള്. അപ്പം നേരത്തെ തന്നെ മാർഗവിസ്താരമൊക്കെ നമ്മൾ ചെയ്തതാണ്.
ഋജുവായ മാർഗം ലക്ഷ്യത്തെ അറിയിക്കുന്നു. ആ സത്യത്തിന്റെ മാർഗം എപ്പോഴും ഋജുവായിരിക്കും എന്നൊക്കെ വേദമന്ത്രം ഉദ്ധരിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. സത്യസ്യ പന്ഥ യതര ദുർജീയ എന്ന് സാക്ഷാത് ഋഗ്വേദം തന്നെ അനുശാസനം ചെയ്യുന്നു. സത്യത്തിന്റെ പന്ഥാവ് ഋജുവായിരിക്കും. രണ്ടോ ഒന്നിൽ കൂടുതലോ ഒക്കെ ഉണ്ട് എങ്കിൽ മാർഗത്തെ, ശരിയായ മാർഗത്തെ എങ്ങനെ അറിയാൻ കഴിയും? ആ ജിജ്ഞാസയ്ക്കുള്ള പരിഹാരമാണ് ഋജുവായിരിക്കും, സരളമായിരിക്കും. അപ്പൊ ഇവിടെ ഉപനിഷത്ത് പറയുന്നു, മുണ്ടകോപനിഷത്തില്, കാരണം അഥർവവേദീയമായിട്ടുള്ള മാണ്ഡൂക്യ ഉപനിഷത്തിൽ നിന്നാണ് നേരത്തെ അയമാത്മാ ബ്രഹ്മ എന്ന വാക്യം, സംശയമുണ്ടായ ആ വാക്യം, അത് വരുന്നത് മാണ്ഡൂക്യ ഉപനിഷത്തിൽ നിന്നാണ്, അഥർവവേദീയമാണ്. പിന്നെ മുണ്ടകോപനിഷത്ത് അതിനെ സംസ്കന്ധമായി അഥർവവേദത്തിൽ നിന്ന് തന്നെ, അഥർവവേദവുമായി ബന്ധപ്പെട്ട അഥർവവേദീയ ശാഖയിൽ നിന്നാണ് മുണ്ടകോപനിഷത്ത്. ആ മുണ്ടകോപനിഷത്തിന്റെ വാക്യമാണ് സത്യേന പന്ഥാ വിതതോ ദേവയാന ഹ്യേനാക്രമന്തി ഋഷയോ ഹ്യാപ്തകാമ. അപ്പൊ അവിടെ ഒരു വിഷയം ഇത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ഈ മറ നീക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ അറിയുന്ന സൗഹൃദം എന്ന് പറയുന്ന ആ ഒരു വ്യവഹാരം നടക്കുമ്പോൾ പരസ്പരം നമ്മൾ ഹൃദയം തുറക്കാറുണ്ട്, വികാര വിചാരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഉള്ള ഒരു വലിയ വിഷയം, സംസ്കാര ദോഷം വാസന കൂടി പകരും. ഒരു വ്യക്തിയുടെ, അത് ഗുരുവാകട്ടെ ശിഷ്യനാവട്ടെ, സാധാരണ മിത്രങ്ങളാവട്ടെ, ബന്ധുക്കളാവട്ടെ, രണ്ട് തലമുറയുടെ പ്രതിനിധികളാവട്ടെ, ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സമവായം ചെയ്യുമ്പോൾ, സംസർഗം ചെയ്യുമ്പോൾ ഗുണദോഷങ്ങൾ പകരും. അപ്പൊ ഗുരുവിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതും പകരും ശിഷ്യനിലേക്ക്, നന്മയും തിന്മയും പകരും. സാധാരണ ഈ മറനീക്കൽ എന്ന പ്രക്രിയ സാധാരണ നിലയിലാണ്, വ്യക്തിഗതമായിട്ട് വ്യക്തിപരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് നിത്യവും നമുക്ക് പലതരത്തിൽ അനുഭവത്തിലുണ്ട്. നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല, കാരണം നമ്മളൊക്കെ ഏറെ ജീവിച്ചു വന്നവരാണ്. ആരൊക്കെ ആരുമായിട്ടുള്ള സംസർഗം നമുക്ക് ഗുണമുണ്ടാക്കിയിട്ടുണ്ട്, ആരൊക്കെ നമ്മെ സംസർഗത്തിലൂടെ ദൂഷിപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ ഇപ്പൊ തന്നെ സ്മൃതിപഥത്തിൽ എത്തുന്നുണ്ടാവും. അപ്പൊ ഏറ്റവും നന്നായി നമ്മൾ സൗഹൃദം, പെട്ടെന്ന് തന്നെ ചിലരോട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്ന് നമ്മൾ ചിലരോട് അടുക്കുന്നു. ആ പെട്ടെന്നുള്ള അടുക്കല് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതിനെ താണ്ടുക ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമുക്ക് ആദ്യം ഇഷ്ടം തോന്നുന്ന വ്യക്തികളോട്, വസ്തുക്കളോട്, വിഷയങ്ങളോടൊക്കെ ആയിരിക്കും നമ്മൾ മിക്കവാറും പറ്റിച്ചേരുക. പറ്റ് എന്ന് തമിഴിൽ പറയും. ഈ പറ്റൊരു വലിയ വിഷയമാണ്. പറ്റ്, അത് ത്രിപുടി എന്നാണ് എന്റെ സാങ്കേതികമായിട്ടുള്ള വാക്ക്. പിന്നെ അറിയുന്നവൻ, അറിയുന്ന വിഷയം, അറിവിന്റെ ഉപാധി, ഇത് മൂന്നും. അപ്പോൾ നമ്മുടെ സംസ്കാരം അനുസരിച്ച് അത് വളരെ സങ്കുചിതമാണ്. ഞാൻ എന്ത് സംസ്കാരമാണോ കർമ്മത്തിലൂടെയും മറ്റും ഞാൻ ആർജിച്ചു വെച്ചിരിക്കുന്നത്, എന്താണോ ഞാനായിരിക്കുന്നത്, ആ കണ്ണാടിയിലൂടെ ആവും ഈ പറഞ്ഞ സംസർഗങ്ങളൊക്കെയും സാധിക്കുക. അപ്പൊ ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളെയും ഇത് സ്വാധീനിക്കാം, തിരിച്ച് അവ എന്നെയും, അവര് അല്ലെങ്കിൽ അവ എന്നെയും സ്വാധീനിക്കാം. അപ്പൊ ഇതൊരു ഒരു ചെറിയ വിഷയമല്ല. അപ്പൊ വ്യക്തിത്വത്തിലെ വൈകല്യങ്ങളൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പകരേണ്ടി വരും. അത് പലപ്പോഴും ബന്ധുതയ്ക്കോ ശത്രുതയ്ക്കോ ഒക്കെ കാരണമാകും. ചില വ്യക്തികൾ കാരണം ജീവിതം നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവുന്നു. ഗുരു ശിഷ്യ ബന്ധത്തിലും അത്തരം വലിയ വിഷയങ്ങളുണ്ട്. പലർക്കും ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള സുഹൃതമായിട്ട് മാറേണ്ട ഗുരു ശിഷ്യ ബന്ധം പലപ്പോഴും വലിയ ദോഷത്തെ നൽകുന്നതായിട്ടൊക്കെ ജ്യോതിഷികളും മറ്റും പറയുന്നത് കേൾക്കാം. അപ്പൊ ഇവിടെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഈ മറ എന്ന് പറയുന്നതിനെ നീക്കുവാനുള്ള ഏക പരിഹാരം വേദമാണ്. കാരണം സ്വതപ്രമാണമായിട്ട്, തെറ്റില്ലാത്ത പ്രമാണമായിട്ട് പ്രപഞ്ചവുമായി, സൃഷ്ടിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, സൃഷ്ടിയുടെ ക്രമത്തിൽ ഔത്പത്തികം എന്ന് പറയും. നിസർഗമായിട്ട് തന്നെ പ്രകൃതിയിൽ ഉള്ള ജ്ഞാനത്തെ അടയാളപ്പെടുത്തുന്ന ആ സാക്ഷാത് ജ്ഞാനരാശിക്കാണ് വേദമെന്ന് പറയുന്നത്. അത് സ്വതപ്രമാണമാണ്. അപ്പൊ രണ്ട് തരം വിഷയങ്ങളാണ് വേദത്തിൽ മുഖ്യമായിട്ട് വരുന്നത്. പദാർത്ഥ ധർമ്മം, അതുപോലെ നമ്മളുടെ കർമ്മമാകുന്ന ധർമ്മം. ധർമ്മമാണ് വിഷയം. ആ ധർമ്മത്തിലൂടെ സത്യം പ്രകാശനം ചെയ്യപ്പെടും. നേരത്തെ പറഞ്ഞല്ലോ, സത്യമാണ് പരമമായത്. ആ പരമമായ സത്യത്തിലേക്ക് എത്തണമെങ്കിൽ ധർമ്മം എന്ന് പറയുന്ന സംഗതി വേണം. അപ്പൊ അത് രണ്ടു തരമാണ്. പദാർത്ഥ ധർമ്മമുണ്ട്. നമ്മൾ സയൻസും ശാസ്ത്രവും ഒക്കെ പറയുമ്പോൾ ആദ്യം കടന്നു വരുന്നു പദാർത്ഥങ്ങളുടെ, നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളുടെ, അവയുടെ മൂലസ്വരൂപം, അവയുടെ സ്വഭാവങ്ങൾ, അവയെ കൊണ്ടുള്ള ഗുണങ്ങൾ, ദോഷങ്ങൾ, അവയെ എങ്ങനെ സമീപിക്കണം. അപ്പൊ ഇങ്ങനെ സയൻസും മറ്റും കൈകാര്യം ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഡിസിപ്ലിൻസ്, അതെല്ലാം എന്തായി പദാർത്ഥ ധർമ്മം എന്ന് പറയുന്ന അതിൽ വന്നു. ഒപ്പം
സബ്ജക്റ്റീവായ നമ്മെ സംബന്ധിക്കുന്നു. അവിടെ രണ്ട് ലോകമുണ്ട് എന്ന് നമുക്ക് ക്രമേണ മനസ്സിലാവും. ജീവനുള്ളതും ജീവനില്ലാത്തതും അവനവന്റേതായ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാൻ വികാരവും പകരാൻ പറ്റുന്നത് പോലെ ഞാനൊരു വസ്തുവിന്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നത് ഈ മൊബൈലിന്റെ മുമ്പിലാണ് എങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾ കാതുകളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വിനിമയം അർത്ഥവത്താകുന്നത്. മൊബൈലിനോട് എനിക്കൊന്നും പറയാനില്ല. അതൊരു സാധാരണ ദ്രവ്യമായതുകൊണ്ട് ഒരു ജഡ വസ്തുവായതുകൊണ്ട്. അപ്പൊ ഈ നിലയില് പദാർത്ഥധർമ്മം എന്ന് പറയുന്ന അതില് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. അത് വേറൊരു കാര്യം. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പഠിക്കുമ്പോൾ അതിനെ വേർപെടുത്തിയാണ് കാണുന്നത്. വേർപെടുത്തിയാണ് പിന്നെ ഈ വിഷയങ്ങളെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പദാർത്ഥധർമ്മം അതുപോലെ തന്നെ കർമ്മം എന്ന് പറയുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ കർമ്മത്തെ സംബന്ധിച്ച് കർമ്മം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ മനസ്സ്, വാക്ക്, ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ കർമ്മ സാധനമാണ് ഏറ്റവും നമ്മൾ എന്ന് പറയുന്ന ഇന്ന് വ്യവഹരിക്കുന്ന ഈ കാണുന്ന മൂർത്ത രൂപം എന്ന് പറയുന്നത് കേവലം കർമ്മത്തിനുള്ള സാധനങ്ങൾ മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തിന്റെ വ്യവസ്ഥയാണ് നമ്മളിലുള്ളത്? മനസ്സ്, വാക്ക്, ശരീരം. മാനസികവും വാചികവും അതുപോലെ തന്നെ ശാരീരികവുമായ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള വ്യവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ രണ്ട് ധർമ്മങ്ങളെയും വ്യക്തമായി അറിയിപ്പിക്കുക, അതിനെ വൈജ്ഞാനികമായിട്ട് സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് അന്വേഷിച്ചറിയുവാനുള്ള പ്രേരണ നൽകുന്നു എന്നതാണ് ഈ വേദമാകുന്ന അത് സ്വതപ്രമാണമാണ് എന്നതുകൊണ്ട് മനസ്സിലാക്കാനാവുന്നത്. സ്വതപ്രമാണം എന്ന് വെച്ചാൽ തനിയ പ്രമാണമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ അതിന് വളരെ കൃത്യമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഈ ദേവയാനം, ദേവന്മാരുടെ യാനം, അത് എന്താണെന്ന് പറയുമ്പോൾ സത്യേന പന്ഥാവിതോ ദേവയാനം. ദേവമാർഗം, അറിവിന്റെ ഈ മാർഗം സത്യം കൊണ്ട് അതിവിസ്തൃതമാണ്. നമ്മൾ കാണുന്ന നേരത്തെ പറഞ്ഞു ശരിയായ മാർഗം ഋജുവായിരിക്കും. നേരെ മാർഗത്തിൽ നിന്നുകൊണ്ട് ലക്ഷ്യത്തെ കാണാൻ കഴിയുന്ന അത്രയും ഋജുത്വം നേർരേഖയിലായിരിക്കും അതെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു അതിന്റെ വിസ്താരം. സത്യേന പന്ഥാ വിതതോ ദേവയാന. ആ മാർഗത്തിന്റെ പ്രത്യേകത അത് സത്യം കൊണ്ട് അതിവിസ്തൃതമാണ്. പക്ഷേ അതിലൂടെ കടന്നുപോയി അതിലൂടെ ആ മാർഗത്തിലൂടെ പോയിട്ട് ലക്ഷ്യത്തെ നേടുവാൻ ആർക്ക് കഴിയുന്നു? അതിനെ താണ്ടുവാൻ, ആ വഴിയെ താണ്ടുവാൻ ആർക്ക് കഴിയുന്നു? ആപ്തകാമ, കാമം നേടിയ. ഈ മാർഗത്തിലൂടെ പോകുമ്പോൾ കാമമാണ് നമ്മളെ ബാധിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ മൗലിക പ്രകൃതിയാണ്. എനിക്ക് അതിഷ്ടമാണ്, ഇതിഷ്ടമാണ്, എനിക്ക് ഇന്നതിനോട് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള താത്കാലികങ്ങളായ ഈ ശരീരത്തിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ അറിയുന്ന ഈ ശരീരത്തിന് പുറത്ത് യാതൊരു അർത്ഥവുമില്ലാത്ത എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അതാണ് ചിന്തിക്കേണ്ടത്. നമ്മളുടെ വളരെ വലിയ ഇഷ്ടാനിഷ്ടങ്ങൾ, ഏത് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ ജീവൻ തന്നെ മാറ്റിവെച്ച് അന്യരോട് മത്സരിക്കുന്നത്, ആ ഇഷ്ടാനിഷ്ടങ്ങൾ കേവലം ഈ ശരീരത്തിൽ മാത്രം അനുഭവിക്കാനാവുന്നതാണ്. അനുഭവിക്കാനോ പുറത്ത് അതിനൊരു അർത്ഥവുമില്ല. അപ്പൊ ആ കാമത്തിന്റെ, വെറും പ്രകടമായ ബാഹ്യമായ കാമത്തിന്റെ പിന്നാലെ പോകാതെ അതിനെ താണ്ടുന്നവർക്ക് ആപ്തരാക്കിയ, ഈ കാമങ്ങളെ ആപ്തമാക്കി അവയെ പ്രാപിച്ചു നേടി. ഒപ്പം സ്വയം എന്തായി? അവര് ആപ്റ്റായി, അറിവിന് യോഗ്യത നേടി. നേരത്തെ പറഞ്ഞാൽ സത്യത്തിന്റെ പരമനിധാനത്തെ അവര് ലക്ഷ്യമായിട്ട് കാണുന്നു. ബ്രഹ്മത്തൽ ലക്ഷ്യം ഉച്ചത എന്നൊക്കെ പറയും. ബ്രഹ്മമാണ് അവർക്ക് ലക്ഷ്യം, വേറൊന്നും ലക്ഷ്യമല്ല എന്ന നിലയിലേക്ക് അവര് എത്തുന്നു. അപ്പൊ അങ്ങനെ ആ നിലയിലെത്തിയ ആളുകൾ ആപ്തകാമരാകും. ആപ്തകാമരായ ഋഷികൾക്ക് കടന്നു കാണാൻ കഴിയുന്നവര് സാധാരണ കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് മറ നീക്കി കാണാൻ. നേരത്തെ പറഞ്ഞ മറ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക ശബ്ദമാണ് മറ. അതത്ര ചെറിയൊരു പദമല്ല, 2 അക്ഷരമേ ഉള്ളൂ എങ്കിലും അതിൽ ഒരുപാട് അർത്ഥമുണ്ട്. മറ നീക്കി കാണാൻ കഴിയുന്ന ആളുകൾ, അവരെയാണ് ഋഷികൾ എന്ന് പറയുന്നത്. മറയ്ക്കപ്പുറത്തൂടെ എവിടെയും ആവരകമുണ്ട്, മറയുണ്ട്. നമ്മൾ ഇരിക്കുന്നിടത്ത് ഒരു മുറിയിലാണ് ഞാൻ ഇരിക്കുന്നതിന് അപ്പുറത്ത് എന്ത് എന്നുള്ളത് കാണുവാൻ എന്റെ കണ്ണുകൾക്ക് കഴിയില്ല. അത്തരം നിരന്തരമായ മറയ്ക്കുള്ളിൽ വ്യവഹരിച്ചിട്ട് കാലത്തിന്റെ, ദേശത്തിന്റെ ഒക്കെ സീമകൾ, പരിധികൾ, ഇങ്ങനെ പരിധികൾക്കിടയിലാണ് നിരന്തരം പെരുമാറുന്നത്. അവയ്ക്ക് അപ്പുറത്തേക്ക് പോകുവാനാണ് നമ്മളോട് വേദം ആദേശിക്കുന്നത്. നമ്മളുടെ പ്രകൃതിയും നമ്മളെ ആദേശിക്കുന്നത്. അതിനെ മറികടക്കുവാനാണ്, താണ്ടുവാനാണ്. അപ്പൊ മറയെ മറികടക്കുകയാണ് സത്യത്തിൽ എല്ലാ ജ്ഞാനവ്യവഹാരങ്ങളുടെയും ലക്ഷ്യം. അല്ലാതെ ജ്ഞാനം കൊണ്ട് എന്ത് കാര്യം? സാധാരണ നമുക്ക് ഇതര ജീവികൾക്ക് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളുവെങ്കിൽ അത് അവയുടെ ആ സിസ്റ്റം മതി, വ്യവസ്ഥ മതി. നമ്മേക്കാൾ സന്തോഷത്തിലാണ്, സുഖത്തിലാണ്,
കുറച്ചുകൂടി രോഗരഹിതമായ അവസ്ഥയിലാണ് ഇതര ജീവജാലങ്ങൾ. അപ്പം അവയ്ക്കൊപ്പം നമുക്ക് കഴിഞ്ഞാൽ മതി. പ്രത്യേകിച്ച് അവിടെ ഒരു പ്രത്യേക ഒരു യാത്ര അല്ലെങ്കിൽ പൃഥക് മാർഗത്തിന്റെ ചിന്ത പ്രസക്തമല്ല. അവിടെയാണ് ഋഷികൾ ആപ്തകാമരായ, കാമത്തെ മറികടന്ന് സിദ്ധമാക്കിയ മനുഷ്യര്, ഋഷികള്, അവർക്ക് മാത്രം കടന്നു പോകാൻ, അവർക്ക് മാത്രം താണ്ടുവാനാവുന്ന, എല്ലാവരും ഒരു തന്നെ നടക്കുന്നത്, പക്ഷെ താണ്ടുവാനാവുന്ന സത്യം കൊണ്ട് വിസ്തൃതമായ ദേവയാനമുണ്ട്. അതുകൊണ്ടാണ് സത്യമേവ ജയതേ നാനുർതം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു അനുർദേന ഹി പ്രത്യൂഢ മനുഷ്യ. മനുഷ്യര് ഈ സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നത് അനർത്ഥം കൊണ്ടാണ്. ഈ മറ, പലതരത്തിലുള്ള മറകൾക്കുള്ളിൽ അത് ശരിയെന്ന് കണ്ട് അതിൽ തന്നെ തൃപ്തിപ്പെട്ട് ഒക്കെ നമ്മൾ അങ്ങനെ കടന്നു പോവുകയാണ്. വലിയ ഈശോപനിഷത്തിൽ ഇത് ഒരുപാട് വിസ്തരിക്കുന്നുണ്ട്. അതിന്റെ ഒരുപാട് നല്ല സൂചനകളുണ്ട്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഹിരൺമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം. സ്വർണപാത്രം കൊണ്ട്, സ്വർണ്ണ മൂടി കൊണ്ട് മറഞ്ഞിരിക്കുന്നു സത്യത്തിന്റെ മുഖം എന്നും പറ്റും. അപ്പം ഈ അനൃതമാണ് ശരിയെങ്കിൽ ഇത് നമ്മൾ കാണുന്ന ഈ കൺഫ്യൂഷൻ, ശങ്കകള്, വിഭ്രമങ്ങള്, സംശയങ്ങള്, ഭ്രമങ്ങള്, അഭാവങ്ങള്, അരുചികള്, ഇങ്ങനെ എന്തൊക്കെയാണോ നെഗറ്റീവായിട്ടുള്ളത് അതൊക്കെയാണ് സത്യമെങ്കിൽ, ശാശ്വതമെങ്കിൽ എന്ത് വ്യവസ്ഥയാണ് ലോകത്തിന്, എന്ത് നന്മയാണ് ഇവിടെ ഉള്ളത്? അതുകൊണ്ടാണ് ഇതല്ല സത്യം എന്ന് പറയുന്ന ഒരു നിലയുണ്ട്. ഇതിനൊക്കെ ഒരു ശരിയായ ഒരു നേർനിലയുണ്ട്, ഒരു നേർമയുണ്ട്. അതാണ് വിജയിക്കുക. അല്ലെങ്കിൽ അതിന്റെ വിജയത്തിന് വേണ്ടിയാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടത്. സത്യമേവ ജയതേ ന അനൃതം. ഈ അനൃതത്തെ ജയിപ്പിക്കുവാനല്ല നമ്മൾ നിലകൊള്ളേണ്ടത്, സത്യത്തെ ജയിപ്പിക്കുവാനാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശ്വേതകേതു നമ്മുടെ പ്രകടനം അതായിരുന്നല്ലോ. നമ്മൾ ഈ മഹാവാക്യത്തിലൂടെ ഒരുപാട് സഞ്ചരിക്കണം. ഇപ്പൊ ചുരുങ്ങിയ സമയത്ത് ഈ ആ ചോദ്യത്തിനുള്ള സംശയത്തിനുള്ള ഉത്തരം മാത്രം പറയാൻ വേണ്ടി വീണ്ടും മഹാവാക്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് തത്വമസി. അതില് അച്ഛൻ, പിതാവ് ഈ കുട്ടിയെ നേരായ സമയത്ത് ഗുരുകുലത്തിലേക്ക് അയച്ചു. അവൻ ഗുരുകുലത്തിൽ നിന്ന് മടങ്ങി വരികയാണ്. തത്വമസി സാമവേദീയമായ ചാന്തോഗ്യ ഉപനിഷത്തിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 8-9 പ്രകരണങ്ങളിൽ വെച്ചാണ് അത് വിവരിക്കുന്നത്. ചെറിയ ഒരു ഉപദേശമല്ല. ഈ മറ്റു മഹാവാക്യങ്ങളും തത്വമസിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് കുറച്ചുകൂടെ ഒരു ഗാർഹിക അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. അച്ഛനും മകനും തമ്മിൽ സമാവർത്തനം കഴിഞ്ഞ് മടങ്ങി വരുന്നു. ഗുരുകുലത്തിൽ നിന്നും മടങ്ങി വരുന്ന മകൻ, ആ മകനോട് അച്ഛൻ സംസാരിക്കുക. അപ്പൊ കാണുമ്പോഴെന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഋഷിയോട് ബന്ധപ്പെട്ടതിന് ശേഷം, ഗുരുവായ ഋഷിയോട് ബന്ധപ്പെട്ടതിന് ശേഷം ഉണ്ടാകേണ്ട ഒരു പ്രസാദം, തെളിമ അവന് വന്നിട്ടില്ല. മാത്രമല്ല അഹന്തയുടെയും നേരത്തെ പറഞ്ഞ മറ നീങ്ങിയ നിലയിലല്ല അവനെ കാണുന്നത്. വേണ്ട വ്യത്യാസം വന്നതായിട്ട് തോന്നാത്ത അച്ഛൻ അവൻ നേടിയ വിദ്യയെ, ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ നേടിയ വിദ്യയല്ല, അവൻ നേടിയ ആ വ്യവസ്ഥയെ, രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണ്. നീ ഈ നിലയിൽ ഏറ്റവും ഉന്നതമായ വിദ്യ നേടിക്കോ, വലിയ ബിരുദങ്ങളും പദവികളും ഒക്കെ നേടിക്കോളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിരതിശയ ചേതനങ്ങൾക്കിടയിൽ വ്യത്യാസമില്ല. കർമ്മകാണ്ഡം കൊണ്ട് പട്ടിയും പൂച്ചയും തേളും സിംഹവും പാറ്റയും ഒക്കെ ആവുന്ന ഈ പറയുന്ന ആ അണിമാവായ ഏറ്റവും സൂക്ഷ്മത്തിലിരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് നിന്നിലും ഇരിക്കുന്നത്. അപ്പം അതിന്റെ ഭാവം, മനോഭാവം എന്ന് പറയുന്ന ആ ഭാവം, ഉൾപ്പൊരുൾ, അത് തെളിഞ്ഞിട്ടില്ല എങ്കിൽ, അത് മറനീങ്ങിയല്ല വസ്തുതയെ കാണുന്നതെങ്കിൽ ഒരു പ്രയോജനവുമില്ല നീ നേടിയ വിദ്യയെ കൊണ്ട്. അതുകൊണ്ട് അല്ലയോ ശ്വേതകേതു തത് ത്വമസി എന്ന് പറഞ്ഞ്, തത് ബ്രഹ്മത്തെ അല്ല കാണിച്ചു കൊടുക്കുന്നത്, ആളുടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തത് ത്വമസി, ആ ബ്രഹ്മം നീ തന്നെ അല്ല. ഈ 9 പ്രകരണങ്ങളിലും ബ്രഹ്മശബ്ദമൊന്നും വരുന്നില്ല. അവിടെ അണിനെ പറ്റിയാണ്, ആത്മാവിന്റെ അണുത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഏത് ശരീരത്തിലും ഏത് അവസ്ഥയിലും പ്രവേശിച്ചിരിക്കും. അതിന് സ്വതന്ത്ര സഞ്ചാരമൊന്നും സാധ്യമല്ല, ശരീരങ്ങളിലൂടെ സഞ്ചരിക്കുകയുള്ളൂ. ആ ശരീരങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ നിയമം കർമ്മമാണ്. ആ കർമ്മത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയാണ് ജ്ഞാനം. നിന്നില് അത് എത്തിയതായിട്ട്, പ്രകാശിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ചോദ്യം ചെയ്യാണ്. ഈ അവസ്ഥയെ തത്വമസി ഉദ്ദേശിക്കുന്നു. വ്യക്തമായി കാണും, ആത്മാവ് ശ്രദ്ധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ആത്മാവ് കർത്തൃത്വം നേടിയിരിക്കുന്ന മനുഷ്യ ശരീരത്തില് ശ്രദ്ധിച്ചില്ല എങ്കിൽ
അതിന് വഴിപിടിച്ചു പോകാം. അത് താഴെ താഴെ അനേക പിന്നെ നീചജന്മങ്ങളുണ്ട്, നീചയോനികളുണ്ട്, അവയിലേക്ക് പോകാം. നീചയോനികൾ എന്ന് പറയുമ്പോൾ അവ മോശമായതുകൊണ്ടല്ല, സുഖം കുറയുന്നു, ദുഃഖം കൂടുന്നു. ആത്മാവിന് സുഖത്തോടാണല്ലോ താല്പര്യം. അതിന്റെ മൗലിക പ്രകൃതി ഇഷ്ടം എന്ന് പറയുന്നത് സുഖത്തോടാണ്. അപ്പൊ സുഖത്തെ നേടുവാനുള്ള നമ്മളുടെ മൗലികമായിട്ടുള്ള ആ ആഗ്രഹം അത് തൃപ്തമാവില്ല താഴെ താഴെയുള്ള നീച യോനികളിലേക്ക് പോകുമ്പോൾ. മുകളിലേക്ക് ഉയരാനുള്ള സാധ്യത തടയപ്പെടുകയും ചെയ്യും. അപ്പം പുണ്യം വർദ്ധിച്ചുകൊണ്ട് പുണ്യത്തെയും താണ്ടി പോകുവാനുള്ള ശുദ്ധമായിട്ടുള്ള വഴി കിടക്കെ നീ ഓർക്കണം, താഴേക്കും ഇനിയും സഞ്ചാര സാധ്യതകളുണ്ട്. അപ്പോൾ ഇപ്പോൾ നേടിയ ജ്ഞാനം എന്ന് പറയുന്നത് സ്ഥായിയായതല്ല. ഇത് എന്നെന്നും നിലനിൽക്കുന്നതല്ല. ഏതവസ്ഥയിലും തിരിച്ചു വരാവുന്നതാണ്. കുറച്ചു കാലം ബ്രഹ്മ സായുജ്യം നേടി എന്നതുകൊണ്ട് എന്നും ബ്രഹ്മത്തോട് ചേർന്നിരിക്കും എന്ന് കരുതണ്ട. തിരിച്ചു വരേണ്ടി വരും. തിരിച്ചു വരുമ്പോൾ വീണ്ടും കർമ്മത്തിന്റെ ഈ ചക്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശാശ്വതമായിട്ടുള്ള നില എന്താണ്? അത് നിന്റെ സത്ത മാത്രമാണ്. നീ ആത്മാവായിരിക്കുന്നു. നിന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അണിമേതാത്മ്യമിതം. ഈ ആത്മത്വം എന്ന് പറയുന്നത്, ആ അണുത്വം എന്ന് പറയുന്നത് അത് മാത്രമാണ് നിന്റെ ശാശ്വതമായ നില എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ ആത്മാവിന്റെ സൂക്ഷ്മതയെയും അണുത്വത്തെയുമാണ് തത്വമസിയിൽ ഉപദേശിക്കുന്നത് എന്ന് ആ പ്രകരണം വീണ്ടും ഒന്ന് നോക്ക്. ഇഷ്ടംപോലെ വിവർത്തനങ്ങളും മറ്റും ഉണ്ടല്ലോ, ഭാഷ്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ അവിടെ അങ്ങനെ ഉപദേശിച്ചിട്ട് ഇവിടേക്ക് വരുമ്പോ എന്താണ്? അയമാത്മാ ബ്രഹ്മ. നമ്മുടെ സമയം തീരുകയായിരുന്നു, ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ മാണ്ഡൂക്യത്തിൽ അത് വളരെ ചെറിയ ഒരു ഉപനിഷത്താണ്. ഏറ്റവും ചെറിയ ഉപനിഷത്ത് എന്ന് തന്നെ പറയാം. 12 ചെറിയ ലഘു ഖണ്ഡങ്ങളായിട്ട് ഗദ്യരൂപത്തിലാണ് അത് പിന്നെ ഉപദേശിച്ചിരിക്കുന്നത്. സർവം ഹേതത് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ് എന്ന 2ാം ഖണ്ഡത്തിലാണ് ഈ മഹാവാക്യം എന്ന നിലയിൽ ഉദ്ധരിക്കപ്പെടുന്ന ആ വാക്യം വരുന്നത്. ഈ മഹാവാക്യങ്ങളിലെ മഹാവാക്യം എന്ന് പേരെടുത്ത 4 പല പ്രശ്നങ്ങളുണ്ട്. അഹം ബ്രഹ്മാസ്മിക്ക് മാത്രമല്ല. അപ്പൊ തത്വമസിയുടെ കാര്യം പറഞ്ഞു. അതിനെ അഹം ബ്രഹ്മാസ്മിയുടെ അനുബന്ധമായിട്ട് കണ്ടു കഴിയുമ്പോൾ അഹം ബ്രഹ്മാസ്മി, ഞാന് ബ്രഹ്മമാണ്, തത്വമസി നീയും അതാണ്. ഇതൊന്നും അല്ല എന്ത് ചെയ്യുന്നത്, അവിടുന്ന് ആ അടർത്തി മാറ്റിയ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവെക്കുമ്പോൾ ഈ അർത്ഥം കിട്ടില്ല. നമ്മൾ ഏറെക്കാലമായിട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മറ നീക്കുന്നതിന് പകരം മറ ഉണ്ടാക്കുക, പ്രത്യേക മറ കെട്ടുക. ഈ മറയെ പറ്റി ഞാൻ ഇത്രയും സംസാരിക്കാൻ കാരണം ഒരു ഗുരു നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, മറ നീങ്ങുകയല്ല ചെയ്യുന്നത്, മറ കൂടുകയാണ് ചെയ്യുന്നത്. കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുക അറിവിനെ. ചെറിയ പള്ളികളാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് മനസ്സിലാക്കണമെന്ന് നമ്മൾ പഠിക്കുന്നു, അതിലേക്ക് അവരുടെ അറിവിനെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ പാകപ്പെടുത്തിയെടുക്കുക. ഗുരുവും ശിഷ്യനും ഒരിക്കലും ഒരു ഓപ്പൺ സ്പേസിൽ എന്ത് ചെയ്യുന്നില്ല, ജീവിക്കുന്നില്ല. നേരത്തെ അങ്ങനല്ല. ഗുരുവും ശിഷ്യനും, അല്ലെ ഗുരുക്കന്മാരും ശിഷ്യന്മാരും ശിഷ്യഗണങ്ങളും ഒരു തുറന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, വ്യവഹരിക്കുന്നത്. ഒരേ സ്ഥലകാലങ്ങളിൽ വ്യവഹരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, യന്യസ്മാകം സുചരിതാനി തന്യേവ ത്വയാ വാസിതവ്യാനി നോ ഇതരാണി. ഇതെന്തുകൊണ്ടാണ് ശ്വേതകേതുവിനെ ഉദ്ദാലകാരനെ അച്ഛൻ ചോദ്യം ചെയ്യുന്നത്? കാരണം ഗുരു ഇതേ ഉപദേശിക്കുകയുള്ളൂ. പിതാവിന്റെ ഗുരുത്വവും അവിടെ ഇരിക്കുന്ന അധ്യാപകന്റെ ഗുരുത്വവും തുല്യമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. രണ്ട് ഉപദേശം നടക്കില്ല. ആ ഗുരുവിനെ അല്ല അദ്ദേഹം ചോദ്യം ചെയ്തത്. അവിടെ എന്താണ് ആ ഗുരു കൊടുത്തിരിക്കുക? സമാവർത്തനത്തിലേക്ക് പോകുന്ന വിദ്യ പഠിച്ചിട്ട്, സ്നാതകത്വം പറഞ്ഞല്ലോ, അതിനകത്ത് നമ്മൾ ഒരിത്തിരി വഴി വിട്ടുപോയി, അതുകൂടെ ഒന്ന് പറയാം. സ്നാതകത്വം പറഞ്ഞു അതിനു വേണ്ടിയായിരുന്നു. സ്നാതകനാകുക, കുളിക്കുക, ജ്ഞാനത്തിൽ കുളിക്കുക. അത് 3 തരം കുളിയുണ്ട്: വിദ്യാസ്നാനം, വ്രതസ്നാനം, വ്രതസ്നാനം. വിദ്യ കിട്ടി, ഞാൻ കുറെ കാലം പഠിച്ചു, അത്യാവശ്യം അതൊക്കെ എനിക്ക് ഉദ്ധരിക്കാൻ കഴിയുന്നുണ്ട്, ഇന്ന ഭാഗം ഇന്നിടത്തേതാണെന്ന് പറയാൻ കഴിയുന്നുണ്ട്, അതിന്റെ സാമാന്യമായ ആശയമൊക്കെ പറഞ്ഞ് ആളുകളിൽ അത്ഭുതം ഉണ്ടാക്കുവാൻ കഴിയുന്നുണ്ട്. ആ നിലയിൽ വിദ്യ എന്നിൽ ഉണ്ട്, വിദ്യാസ്നാനം ചെയ്തു. ചിലർക്ക് ഈ വിദ്യ, സംസ്കൃതം, മൂല ശ്ലോകങ്ങള്, സൂത്രങ്ങള് അതൊക്കെ ഉദ്ധരിക്കുവാനോ ഓർക്കുവാനോ വ്യാഖ്യാനിക്കുവാനോ ഒന്നും വലിയ സിദ്ധിയില്ല. അവർക്ക് ആശയം അറിയാം. അവർ പക്ഷെ ശ്രദ്ധിക്കുന്നത് വ്രതത്തിലാണ്, എന്നുവെച്ചാൽ അനുഷ്ഠാന ഭാഗത്തെയാണ് ശ്രദ്ധിക്കുന്നത്. ആദ്യം ജ്ഞാനഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, രണ്ടാമത്തേത് കർമ്മഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ ജ്ഞാനം കർമ്മം ഇത് രണ്ടും ഇങ്ങനെ ഏറ്റക്കുറച്ചിലോടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വിദ്യാസ്നാനവും വ്രതസ്നാനവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ഇത് രണ്ടും ചേർന്ന് കഴിയുമ്പോൾ വ്രതസ്നാതകനാകുക എന്നതാണ് പരമ്പര ആദേശിക്കുന്നത്. ഈ വിദ്യയിലും സ്നാനം ചെയ്യണം, വ്രതത്തിലും സ്നാനം ചെയ്യണം, എന്നാലേ ഈ വിദ്യാഭ്യാസം പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ 3 തരം സ്നാനമുണ്ട്. സ്നാതകർക്കും അതനുസരിച്ചുള്ള ഭേദമുണ്ട്.
വിദ്യാസ്നാതകൻ, വ്രതസ്നാതകൻ, വിദ്യാവ്രതസ്നാതകൻ. വിദ്യാവ്രതസ്നാനം ആരിൽ കാണുന്നില്ല? ഈ അച്ഛൻ മകനിൽ കാണുന്നില്ല. അപ്പം പിന്നെ കുലത്തിലേക്ക് എന്തായാലും ആചാര്യ കുലത്തെ പ്രാപിച്ചതിന് ശേഷം അവിടുന്ന് നേടിയിട്ട് സ്വന്തം കുലത്തിലേക്ക് വരാമല്ലോ. അങ്ങനെ വരുമ്പോൾ അവിടെയും ആരുണ്ടാവും? ഇതേപോലെ ആചാര്യത്വമുള്ള ആളുണ്ടാവും. ഒരു ചോദ്യം ചെയ്യും. അല്ലാതെ അവിടെ വന്നിട്ട് അരയും മുറിയും പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് വിളമ്പുക, അത് കേട്ടുകൊണ്ടിരിക്കുക, ആസ്വദിക്കുക, ഗംഭീരമായി എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മകള് ഗംഭീരമായി എന്ന് പറഞ്ഞ് കൈയടിക്കുക, അതല്ല പണ്ട് നടന്നിരുന്നത്. അതായത് വിദ്യയുടെ കാര്യത്തിൽ ഒരു മറയും ഇല്ലാതെ അത്രയും തുറന്ന സ്ഥലത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിച്ചത് സത്യേന പന്ഥ വിതത ദേവയാണ്. സത്യത്തിന്റെ പന്ഥാവ് ഋജുവാണ് എന്ന് വേദം പറയുമ്പോൾ ഉപനിഷത്ത് കൂട്ടിച്ചേർക്കുന്നു, സത്യം കൊണ്ട് അതിവിശാലമാണ്, അത്രയും തുറസിലാണ് എന്തിരിക്കുന്നത്? ദേവന്മാരുടെ ലോകം ഇരിക്കുന്നത്, ദേവയാനം ഇരിക്കുന്നത്. നമ്മൾ അപ്പൊ ദേവയാനമാണ് ശീലിക്കേണ്ടത്, അറിവിലുള്ള സഞ്ചാരമാണ് ശീലിക്കേണ്ടത്, തുറന്ന അറിവിലുള്ള സഞ്ചാരം. ദേവയാനം എന്താണ്? ദേവന്മാരുടെ യാനം മാത്രമല്ല, ജ്ഞാനത്തിന്റെ പിന്നെ ശുദ്ധമായ ദിവ്യ ഗുണങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നുകൊണ്ടുള്ള യാത്രയല്ലേ. യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് പോകുന്നത്. അപ്പൊ പരസ്പരം ദിവ്യത പകരുന്നതിന് വേണ്ടി തന്നെയാവണം. അതുകൊണ്ട് അതാണ് അതിന്റെ തുറവി എന്ന് പറയുന്നത്. വെട്ടവെളി എന്ന് മനോഹരമായിട്ട് പിന്നെ നമ്മുടെ സിദ്ധയോഗത്തിൽ തമിഴ് സിദ്ധന്മാർ പറയും. വെട്ടവെളി, അറിവിന്റെ തുറന്ന പ്രകാശം, അതിലേക്കാണ് ആത്മാക്കളെ കൂട്ടേണ്ടത്. അത് സമപ്രായക്കാരായ ആളുകളാവട്ടെ, വ്യത്യസ്ത പ്രായമുള്ളവരാകട്ടെ, മുതിർന്നവരും ഇളം തലമുറയും ആകട്ടെ, ജ്ഞാനത്തിന്റെ ശുദ്ധ പ്രകാശത്തിലേക്ക് സഞ്ചരിക്കുക, വെട്ടവെളിയിലേക്ക് എത്തുക, അതിൽ വ്യവഹരിക്കുക, അതിൽ നിന്നുകൊണ്ട്. അതാണ് കൃതം എന്ന് പറയുന്നത്, കൃതയുഗം. ഈ കൃതയുഗം നമുക്ക് എന്നും ഏറ്റക്കുറിച്ചിലുണ്ടാകും, പൂർണ്ണതയിലുണ്ടാകുന്ന ഏറെ ആളുകൾ ഈ വെട്ടവെളിയിലായിരിക്കുന്ന ആ കാലത്തിനാണ് നമ്മൾ കൃതയുഗം എന്ന് പറയുന്നത്. അത് സൃഷ്ടിയിൽ ഇടക്കാലത്തുണ്ടാവും. അത് വേറൊരു വിഷയം. അപ്പൊ പറഞ്ഞു വന്നത്, ഇങ്ങനെ വെട്ടവെളിയിലായിരിക്കുക എന്ന് നിർബന്ധമാണ്. വെട്ടവെളി എന്ന് പറയുന്ന മറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. നമുക്ക് തന്നിരിക്കുന്ന സാധാരണ ജീവധർമ്മത്തിലുള്ള ആ മറയൊക്കെ മറ നീങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും ഇവൻ ജ്ഞാനസ്ഥനാണ്, ബ്രഹ്മസ്ഥനാണ് എന്ന്. അപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന ചിന്തയും തത്വമസി എന്ന ചിന്തയും മഹാവാക്യം എന്ന് പറഞ്ഞ് അടർത്തി മാറ്റിയിട്ട് ഒരു പ്രത്യേക മറ സൃഷ്ടിച്ചു ഇവരെ. ഈ പിൽക്കാലത്തെ വേദാന്ത പഠനത്തിന്റെ വലിയ ദോഷങ്ങളിലൊന്നാണ്. അത് ചെറിയ ദോഷമല്ല, എത്രയോ വേറെ മഹാവാക്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ അയമാത്മാ ബ്രഹ്മ എന്നതിന് തൊട്ടു മുമ്പ് സർവം ഹേതത് ബ്രഹ്മ, രണ്ടാം ഖണ്ഡത്തില് ഒന്നാമത്തെ ഖണ്ഡം നോക്ക്. ഓമിത്യേതത് അക്ഷരമിതം സർവം തസ്യ ഉപവ്യാഖ്യാനം. എന്താണ് ഞങ്ങൾ പറയാൻ പോകുന്നത്? ഋഷി ആദ്യം തന്നെ ശാന്തിപാഠം കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപിച്ചു, ഓം ഇതി ഏതത് അക്ഷരമിതം സർവം തസ്യ ഉപവ്യാഖ്യാനം. ഈ കാണുന്നതിന് അക്ഷരമായത്, ഇതിൽ നന്മ എന്തുണ്ടോ, നശിക്കാത്തത് എന്തുണ്ടോ, നിത്യമായത് എന്തുണ്ടോ, നമ്മെ നാമാക്കി തന്നെ നിലനിർത്തുന്ന സ്വസ്തിയുടെ എന്തംശം ഇതിലുണ്ടോ, അതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞു ഓം. അതെന്തെന്നൊക്കെയുള്ളത് പഠിച്ചു. അതാണ് ഇനി പറയുന്നത്. മാത്രകളൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണോ ഈ അസ്തിത്വത്തിൽ ജീവിതത്തിൽ കാമ്പായത്, അതിന് ഒറ്റ പേരിട്ട് ഋഷി പറഞ്ഞു ഓം. ഇത്യേതത് അക്ഷരമിതം സർവം. അത് ഇവിടെ എല്ലാം വ്യാപ്തമാണ്, ഇതിലെല്ലാം അതുണ്ട്. സർവം എന്നതിനർത്ഥം ഇത് എല്ലാം എന്നല്ല, സർവം സർവഗത, എല്ലായിടത്തും ഉള്ളത്, എല്ലാറ്റിനും പൊതുവായിട്ടുള്ളത് എന്നാണ് തിരുത്തം പറയുന്ന അർത്ഥം. തസ്യ ഉപവ്യാഖ്യാനം, അതിന്റെ ഉപവ്യാഖ്യാനമാണ്, വ്യാഖ്യാനമല്ല ഉപവ്യാഖ്യാനമാണ്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ശാസ്ത്രത്തിൽ, ശ്രുതിയിൽ, പരമ്പരയിലുണ്ട്. അതിനെ വീണ്ടും ഒന്നെടുത്ത് പറയുകയാണ്. ആർക്ക് വേണ്ടി? ഗുരു ശിഷ്യനും തമ്മിലുള്ള സംവാദമാണ്. രഹസ്യത്തിലിരുന്നു കൊണ്ട്, ഏകാന്തത്തിലിരുന്ന് തുറവിയെ പറ്റി മാത്രം അന്വേഷിക്കുന്ന, വെട്ടവെളിക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന രണ്ടാത്മാക്കൾ കുറഞ്ഞത് വേണമല്ലോ ഗുരുവും ശിഷ്യനും. ഏറെ പേരുണ്ടാവാം. എന്തായാലും അവർക്കിടയിൽ രഹസ്യം നടക്കുന്ന സംഭാഷണമാണ്, വിനിമയമാണ് ഉപനിഷത്ത്. അവിടെ അവർക്ക് എന്താണ് പറയാനുള്ളത്? അവർക്ക് ഈ പ്രകാശത്തെപ്പറ്റി, സത്യത്തെപ്പറ്റി, പരമം നിധാനം എന്ന് പറഞ്ഞല്ലോ. തത്ര യത് സത്യസ്യ പരമം നിധാനം, സത്യത്തിന്റെ പരമമായിട്ടുള്ള ഇടം, അതാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അവിടേക്ക് ഇരിക്കുവാൻ വേണ്ടി. അവിടെ ഇരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഗുരുവിന് പറയാൻ കഴിയണം. ഒപ്പം അതിലേക്ക് ശിഷ്യനെ ആനയിക്കുവാനും അദ്ദേഹത്തിന് കഴിയണം. അവിടെ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ, വികാര വിചാരങ്ങളുടെ സമാവേശമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം അല്ല ചെയ്യുന്നത്, മറിച്ച് ശാസ്ത്രമാണ് അവിടെ വിനിമയത്തിനുള്ള ഏക ഉപാധി.
ശാസ്ത്രത്തിലൂടെയാണ്. ശാസ്ത്രമാണ് അവിടെ വിനിമയത്തെ നിയന്ത്രിക്കുന്നത് എന്ന് കൂടി പറയണം. സ്വതപ്രമാണമായിട്ടുള്ള മറ്റൊരു പ്രമാണത്തിനും കഴിയാത്തത്രയും ശുദ്ധിയോടുകൂടി കാലത്തെ താണ്ടി നിൽക്കുന്ന നിത്യമായ വേദത്തിന്, ശ്രുതിക്ക് മാത്രമേ അവിടെ വിനിമയ മാധ്യമമായിരിക്കാനാവുകയുള്ളൂ. അതിന് മാത്രമേ അതിഭാഷ എന്ന വ്യവഹാര മികവുള്ളൂ. അതിഭാഷ എല്ലാ കാലത്തിലേക്കും അത് പ്രവഹിക്കും. ഒരു കാലത്തിലും ഈ വേദഭാഷയ്ക്ക് ഒരു ന്യൂനതയും ആർക്കും കണ്ടുപിടിക്കാനാവില്ല. അത്രയും ഭദ്രമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ഭാഷയിലൂടെ മാത്രമേ ശുദ്ധവും കാലാതീതവും മറയില്ലാത്തതുമായ ചിന്ത കടന്നു പോകൂ. ചിന്തയും ഭാഷയും രണ്ടല്ല. ചിന്തിക്കണമോ ഭാഷ വേണം. അതാണ് മനുഷ്യനും ഇതര ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ആത്മാവ് ശരീരത്തിൽ നിന്നുകൊണ്ട് എന്താ ചെയ്യുന്നത്? ചിന്തിക്കുന്നു. എന്തുകൊണ്ട് ചിന്തിക്കുന്നു? എന്തിനു ചിന്തിക്കുന്നു? ഭാഷയില്ലാതെ ചിന്തയില്ല. അപ്പോൾ മികച്ച ചിന്തയ്ക്ക് എന്ത് വേണം? മികച്ച ഭാഷ വേണം. സ്വാഭാവികമായ യുക്തിയാണത്. അതുകൊണ്ട് അതീതമായ വിഷയങ്ങളെ പറ്റി സാധാരണ പ്രമാണങ്ങള് പ്രത്യക്ഷാദികൾ എന്താ ചെയ്യുന്നത്? അതാത് കാലത്തുള്ള വിഷയങ്ങൾ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. അതാത് കാലത്ത് വ്യവഹാരത്തില് ഇപ്പോൾ പ്രസൻസിലുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും നേടാനില്ല. പ്രത്യക്ഷം അല്പമേവ. ഈ പ്രത്യക്ഷാദികളെ കൊണ്ട് കിട്ടുന്ന വളരെ ചെറിയ കാര്യമാണ്. നിത്യവസ്തുവായി എനിക്കിതൊന്നും അല്ല വേണ്ടത്. അതുകൊണ്ടാണ് അനർദേന ഹി പ്രത്യൂഢ മനുഷ്യ. ഈ പറയുന്ന ചുരുക്കം കൊണ്ട്, മറ കൊണ്ട് വളരെ നമ്മൾ സത്യത്തിൽ നിന്നും അവനവനിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്ന് ഉപനിഷത്ത് ആദ്യം തന്നെ ചേതാവിന് കോശം തരികയാണ്. ഉപനിഷത്ത് ചിന്ത എന്തിനു വേണ്ടി? എന്തുകൊണ്ടാണ്? അത് വളഞ്ഞ വഴിയല്ല, നേരായ വഴിയാണത്. നേരത്തെ പറഞ്ഞു സത്യത്തിന്റെ നേരായ വഴിയാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനാവാത്ത, ഇന്ന് നമ്മൾ നോക്കും ഇവരൊക്കെ വളഞ്ഞ വഴിയിലാണെന്ന് സംസാരിക്കുന്നത് തോന്നും. വളഞ്ഞ വഴിയിലല്ല, അവരാണ് നേരായ വഴിക്ക് സഞ്ചരിച്ച് നമ്മൾ വളഞ്ഞു ഒരുപാട് നീങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭാഷയും ഈ രീതിയും മനസ്സിലാക്കാനാവാത്തത്. അതുകൊണ്ട് ശുദ്ധമായ ചിന്ത, ശുദ്ധമായ ഭാഷ, അതിന് വേദം തന്നെ വേണം. അതുകൊണ്ട് ഗുരുവും ശിഷ്യനും തമ്മിൽ സംസാരിക്കുന്നത് വേദഭാഷയിലാണ്. അവർ വിനിമയം ചെയ്യുന്നത് ഛന്ദസ്സിലാണ്. അത് മറ നീക്കുന്നതാണ്, എല്ലാത്തരം മറകളെയും നീക്കുന്നതാണ്. അപ്പൊ അവിടെ സർവം ഹേതത് ബ്രഹ്മ. നേരത്തെ പറഞ്ഞല്ലോ ഓം എന്ന അക്ഷരത്തിന്റെ ചുരുക്കി സാരം പറയുക. ഓക്കെ, ബ്രഹ്മചര്യാദി വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ മുണ്ടകോപനിഷത്തിൽ തന്നെ ഈ വിഷയം വിസ്തരിക്കുന്നുണ്ട്. തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓം ഇതി ഏതത് സർവേ വേദായത് പദമാമനന്തി. എല്ലാ വേദങ്ങളും ചേർന്ന് ഏതൊരു പദത്തെ, ഏതൊരൊറ്റ പദത്തെ, ഏതൊരു സത്യ സ്ഥിതിയെ അറിയിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു, യത്നിക്കുന്നു. എല്ലാ വേദങ്ങളും ചേർന്ന് ഏതൊരു പൊരുളിനെയാണോ അറിയിക്കുവാൻ ശ്രമിക്കുന്നത്. ചുരുക്കി പറയാം, സംഗ്രഹേണ ബ്രവീമി. ആചാര്യനാണ് ബ്രവീമി എന്ന് പദം എന്താ പറയുന്നത്, ഉത്തമ പുരുഷ പ്രയോഗം, ഉത്തമ പുരുഷ ശബ്ദം തന്നെ ഉപയോഗിച്ച് ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിൽ ഉപദേശിക്കുകയാണ്. ഗുരു തന്നെ പറയുകയാണ് ബ്രവീമി ഓം ഇത് ഏതത്. ഈ ഓമിനെ അറിയിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓം എന്നത് അറിയുക, അതിനെ തിരിച്ചറിയുക, അതിലൂടെ കാലത്തെ താണ്ടുക, സത്യത്തെ നേടുക. ഇത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. അതെന്തെന്ന് നമ്മൾ അറിയണം. അപ്പൊ അവിടെയാണ് ഓമിന്റെ ഉപവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവിടെ പറയുന്നു സർവം ഹേതത് ബ്രഹ്മ. ആദ്യത്തെ വാക്യമാണ്. തസ്യ ഉപവ്യാഖ്യാനം എന്ന് പറഞ്ഞത് എന്താണ് സംഗതി? സർവമോങ്കാരയേവ യച്ചാന്യത് ത്രികാലാതീതം തദപ്യോങ്കാരയേവ. ഈ ത്രികാലാതീതം നമ്മളിപ്പോ ഈ സംസാരിക്കുന്നതൊക്കെ എന്താണ്? പ്രത്യേക മറയാണ്. കാലത്തിന്റെ മറ, ദേശത്തിന്റെ മറ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കുന്ന വികാരാദികളുടെ മറയോ മറ. ഇതിനെ താണ്ടണം. ത്രികാല അതീതം. അതുകൊണ്ട് എന്ത് ചെയ്യണം? കാലത്തെ താണ്ടണം. അതിന് എന്തേ മാർഗമുള്ളൂ? ഓംകാരത്തിന്റെ ഉപാസന ഒന്നേ മാർഗമുള്ളൂ. ശുദ്ധമായ ഭാഷ, ശുദ്ധമായ ചിന്ത എന്ന് പറഞ്ഞല്ലോ. ഓംകാരം ത്രികാലാതീതമായി മനസ്സിനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഏക ശബ്ദം ഓംകാരമാണ്. അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഓം 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 എന്ന് ആവർത്തിച്ച് ഋഷികൾ പറയുന്നത്. അത് ചെറിയ കാര്യമല്ല. എല്ലാ ഉപാസനകളും അതിനു വേണ്ടിയാണ്. എന്തിനാണ് യോഗദർശനം എന്താ പറയുന്നത്? ജപസ്തദർത്ഥ ഭാവനം. അത് ജപിക്കുക, അതിന്റെ അർത്ഥത്തെ ഭാവനം ചെയ്യുക. അതാണോ യോഗത്തിൽ ആകെ ചെയ്യാനുള്ള പുരുഷാർത്ഥം എന്ന് പറയുന്നത്. യോഗദർശനത്തിന്റെ തന്നെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം അത് അറിയിക്കുന്നത് പുരുഷാർത്ഥമാണ്. എന്ത് പുരുഷാർത്ഥം? ഓംകാര ജപം. അത് സിദ്ധമാക്കുക എന്നത് തന്നെ. അപ്പൊ അവിടെ ത്രികാലാതീതമായതെന്തോ അതും ഓംകാരമാണ് എന്ന് പറഞ്ഞിട്ട് സർവം ഹേതത് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സോ അയമാത്മാ ചതുഷ്പാദ്. ഈ ആത്മാവ് എന്താണ്? 4 പാദങ്ങളുള്ളതാണ്. അപ്പൊ ചർച്ച വേറെയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്ഥൂല സൂക്ഷ്മാദി അവസ്ഥകളെ പറഞ്ഞിട്ട് ഈ ആത്മാവും 2 തരം ബോധവ്യവസ്ഥകളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ
അവിടെയും ഇവിടെയും ഒക്കെ സഞ്ചരിക്കുന്ന അനേകം ജീവരൂപങ്ങൾ എടുത്ത് തത്വമസിൽ എന്ത് പറഞ്ഞു? ഈ ജീവ ശരീരങ്ങളിലൊക്കെയും പിന്നെ ഒഴുകി നടക്കുന്ന കർമ്മത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഒഴുകി നടക്കുന്ന ആത്മതത്വം അത് ആണ് നീ, നമ്മളൊക്കെയും ഓരോരുത്തരും അതാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്തു പറയുന്നു? ബോധം എന്ന നിലയിൽ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിയിൽ വ്യവഹരിക്കുമ്പോൾ രണ്ട് ബോധ തലങ്ങളുണ്ട്. പിന്നെ മഹാചേതനവും ഈ അല്പചേതനവും. അല്പചേതനത്തെ മാത്രം അറിഞ്ഞാൽ ചേതന സത്തയെ സംബന്ധിച്ചുള്ള ജ്ഞാനമോ അല്ലെങ്കിൽ സത്യത്തിന്റെ പ്രാപ്തിയോ ദേവയാനമോ ഒന്നും പൂർത്തിയാവില്ല. അതുകൊണ്ട് മഹാചേതനത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇത് രണ്ടും എങ്ങനെ ചതുഷ്പാത്താകും? ജീവന്റെ നിലയെ പറഞ്ഞു കൊടുത്തിട്ട് എന്താ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, പിന്നെ തുരീയം അല്ലെങ്കിൽ ചതുർത്ഥം, ഇത് നമുക്ക് അനുഭവമുള്ളതാണ്. അത് പറഞ്ഞു കൊടുത്തിട്ട് ഈശ്വരൻ എങ്ങനെയാണ് മൊത്തം പ്രപഞ്ചത്തെയും ആ നിലയിൽ പിന്നെ ഈ 4 കാലുകൾ കൊണ്ട് അളന്നു വെച്ചിരിക്കുന്നത് എന്ന് പഠിപ്പിക്കുകയാണ്. ഓംകാരത്തിന്റെ വ്യാഖ്യാനം ചെയ്യുകയാണ്. ആ, ഉ, മ്, പിന്നെ അർത്ഥമാത്ര, അതിന്റെ ആ അനുസ്വാരാദി, പിന്നെ അർത്ഥമാത്രയെ ഇങ്ങനെ 3+1 അങ്ങനെ 4 തലങ്ങളില് അല്ലെങ്കിൽ 4 തട്ടുകളായിട്ട് സത്തയെ വ്യാഖ്യാനിക്കുന്ന മഹത്തായ ചതുഷ്പാദ്, 4 പാദങ്ങളിലൂടെ പൊരുളിനെ അറിയിക്കുന്ന ഒരു വ്യവസ്ഥയാണ് മാണ്ഡൂക്യോപനിഷത്തിൽ ചെയ്തിരിക്കുന്നത്. അതിന് ഈ പറയുന്ന ആത്മാവും ബ്രഹ്മവും ഒന്നാണെന്ന് എങ്ങനെ അർത്ഥം പറയാൻ കഴിയും? മുറിച്ചെടുത്താൽ കഴിയും. അപ്പം മറയ്ക്കുക, മുറിക്കുക, ഇത് തന്നെയാണ് ജ്ഞാനവ്യവഹാരമെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. ഇത്രയുമൊക്കെ കാലുഷ്യം പിന്നെ ഇത്രയൊക്കെ കാലുഷ്യമേ ഉണ്ടായുള്ളല്ലോ എന്ന് മാത്രം നമുക്ക് തൽക്കാലം പിന്നെ ആശ്വസിക്കാം. അത്ര കണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ പിന്നെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ കരുണാരഗുരുവിന്റെ ഒരു പ്രകരണമാണല്ലോ നമ്മൾ എടുത്തു വെച്ചത്. പിന്നെ മുർസാറിന് സംശയം ഉണ്ടാകാൻ ഇടയായത്. അത് എങ്ങനെ ഉപനിഷത്ത് അതിനെ പ്രമാണപ്പെടുത്തുന്നു എന്നത് കൂടി ഓർക്കണം. പിന്നെ അനൃതേന ഹി പ്രത്യൂഢ മനുഷ്യ, മനുഷ്യന് സ്വാഭാവികമായിട്ട് തന്നെ ഈ അനർത്ഥം എന്ന് പറയുന്ന, സത്യമെന്ന് തോന്നിക്കുന്ന, സത്യമെന്നേ ഇതാണ് സത്യം എന്ന് നമ്മൾ ആണയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആണയിട്ട് ഉറപ്പിക്കുന്ന അനൃതം, യഥാർത്ഥ സത്യത്തിൽ നിന്ന് എത്രയോ അകന്ന നില, അത് നമുക്കുണ്ട്. അപ്പൊ അതിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആവരുത് ഗുരുശിഷ്യ ബന്ധം. മറിച്ച് ഈ മറകളെ നീക്കുവാൻ പാകത്തിന്, അതിനെ ഛേദിക്കുവാൻ പാകത്തിനുള്ള വാളായിട്ട് മാറുന്ന ജ്ഞാനമുണ്ടാവണം. അഗ്നിയിൽ സ്നാനം ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജ്യോതിസാണ് പകരുന്നത്. അവിടെ എന്തില്ല? മറയില്ല. എല്ലാ മറകളും നീങ്ങും, അന്ധകാരം ഇല്ലാതാവണം. അപ്പൊ പരസ്പരം നമ്മൾ നിലനിർത്തുന്ന, നമ്മൾ മെനക്കെട്ട് നിലനിർത്തുന്ന അന്ധകാരങ്ങൾ ഇല്ലാതാകുവാൻ വേണ്ടി ശ്രുതിയുടെ ശുദ്ധപ്രകാശം, വേദത്തിന്റെ ശരിയായ വെളിച്ചം ഉണ്ടായേ മതിയാകൂ. അവിടെ ഈ മഹാവാക്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. മഹാവാക്യങ്ങൾ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചു വെച്ചിരിക്കുന്ന 4 എണ്ണം, 4 വേദത്തിന്റെയും സാരം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിനോട് നീതി പുലർത്തുന്നതല്ല. കാരണം ഒരു പ്രത്യേക സ്ഥാനത്ത്, ഇരിക്കേണ്ട സ്ഥാനത്തുനിന്ന് അതിനെ മാറ്റിയിട്ട് അതിന്റെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞ ഒരു നല്ല രീതിയല്ല. ഇങ്ങനെ ചിന്തിച്ചു നോക്ക്, ഇത് വളരെ സ്പഷ്ടമല്ലേ? സർവം ഹേതത് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്, 2ാമത്തെ ഖണ്ഡവും. അതിൽ 3 ഉപവാക്യങ്ങളുണ്ട്. അതിൽ നടുവിലത്തെ വാക്യത്തെ പ്രത്യേകം പറിച്ചിട്ട് എന്തിനോട് ചേർത്തു? അഹം ബ്രഹ്മാസ്മിയോട് ചേർത്തു, തത്വമസിയോട് ചേർത്തു. അങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. ആശയത്തെ വ്യക്തമാക്കുന്നതിന് പകരം ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. ഇത് കുഴപ്പമാണെന്ന് എപ്പോഴേ മനസ്സിലാവുള്ളൂ? മൂലത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഋഷി ദയാനന്ദൻ നമ്മോടെല്ലാം ആവശ്യപ്പെട്ടത്. അദ്ദേഹം സ്വയം നടന്നപ്പോൾ ഈ വ്യത്യാസം കണ്ടു. വേദത്തിലേക്ക് മടങ്ങൂ, വേദത്തിലേക്ക് നടക്കൂ എന്ന് ഉപദേശിച്ചതിന് വേണ്ടിയാണ്. അവിടെ ഈ പറയുന്ന കാലവിപര്യത്തെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. കൃതയുഗം എങ്ങനെ കലിയുഗമായി ഇന്നും എന്നും നമ്മളിൽ അങ്ങനെ ഇരുന്നാൽ പോരല്ലോ. യുഗം മാറുന്നതനുസരിച്ച് വ്യക്തി കൃതത്തിലേക്ക് എന്ത് ചെയ്യണം? ഉയരണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഈ പറയുന്ന വലിയ ബാധ്യതയാണ് കലിയുഗത്തിൽ ഇരുന്നുകൊണ്ട് കൃതയുഗത്തെ കാണുക, സാക്ഷാത്കരിക്കുക. അത് ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ ബാധ്യത. കാരണം ആത്മാവ് നിത്യമാണ്, അതിന് പരാതി പറഞ്ഞിരിക്കാൻ കഴിയില്ല. ഞാൻ കലിയുഗത്തിൽ വന്നു പെട്ടു, എനിക്ക് കൃതയുഗം സാക്ഷാത്കരിക്കാനാവില്ല എന്ന് പറയാൻ കഴിയില്ല. അവിടെയാണ് ശങ്കര ദർശനത്തിൽ നിന്നും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഉൾക്കൊള്ളാനുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നു, വ്യവഹാരത്തിൽ അതാണ്. വ്യവഹാരത്തിൽ നമ്മൾ കലിയുഗസ്ഥരാണ്, പക്ഷെ പരമാർത്ഥത്തിലോ ഹൃദയസ്ഥരായ മതിയാവൂ. അപ്പൊ വ്യവഹാരത്തിന്റെ ബാധ്യതകൾ, ഈ കാലത്തിന്റെ ബാധ്യതകൾ, അതിൽ നിന്ന് നമുക്ക് ഉയർന്നേ മതിയാകൂ, നീങ്ങിയേ മതിയാകൂ. നമുക്ക് പരമാർത്ഥത്തോട്, നിത്യത്തോട് ചേർന്നേ മതിയാകൂ. നമ്മൾ നിത്യരായതുകൊണ്ട് തന്നെ, നമുക്ക് സംബന്ധം നിത്യത്തോടാണ് എന്നതുകൊണ്ട്.
അതാണ് പറഞ്ഞത് ത്രികാലാതീതം തദപ്യോങ്കാരയേവ. ഓംകാര ഉപാസന അല്ലാതെ വേറൊരു മാർഗവുമില്ല. അത് പെട്ടെന്ന് തെളിഞ്ഞു കിട്ടണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമുക്ക് ചെയ്യണം. ഓംകാരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ കഴിയും എന്നതാണ് ഈ അയമാത്മാ ബ്രഹ്മ എന്ന പ്രകരണത്തിന്റെ അർത്ഥം. അതിലൂടെ ചൈതന്യത്തിന്റെ സ്വരൂപമാണ് നമുക്കറിയാൻ കഴിയുന്നത്. കേവലം ബാഹ്യ യാഥാർത്ഥ്യങ്ങളെ മാത്രമല്ല. പദാർത്ഥധർമ്മങ്ങളെ എന്തറിയിക്കും? വൈശേഷികം തുടങ്ങിയുള്ള ദർശനങ്ങൾ അറിയിക്കും. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ 2 ധർമ്മം അറിയേണ്ടതായിട്ടുണ്ട്. 2 ധർമ്മത്തെയാണ് വേദം അറിയിക്കുന്നത്. പദാർത്ഥധർമ്മവും അതുപോലെ കർമ്മവും. കർമ്മം വെച്ചാൽ നമ്മുടെ ധർമ്മം, ആത്മാവിന്റെ, വിശേഷം മനുഷ്യ ശരീരം എടുത്ത ആത്മാവിന്റെ ധർമ്മം. അപ്പൊ അതില് വൈശേഷികാദികൾ പദാർത്ഥധർമ്മത്തെ, ബാഹ്യവസ്തുക്കൾ, നാം ഉൾപ്പെടുന്ന അതിനെയൊക്കെ ബാഹ്യവസ്തുവായിട്ട് കണ്ടുകൊണ്ട്, ജ്ഞാനവിഷയമായി കണ്ടുകൊണ്ട് പഠിക്കുന്നു. പിന്നെ വൈശേഷിക ദർശനം തുടങ്ങിയുള്ളവ, വൈശേഷിക ന്യായം, സാഖ്യമേഖല. മീമാംസയാണ് 2 തരം മീമാംസ, പൂർവ്വ ഉത്തര മീമാംസ അല്ലെങ്കിൽ മധ്യമീമാംസയോടെ ചേർത്ത് 20 അധ്യായമുള്ള മഹത്തായ മീമാംസ ശാസ്ത്രമാണ് കർമ്മത്തെ അറിയിക്കുന്നത്. ഇവയൊക്കെ തമ്മിൽ ചേർച്ചയുണ്ട്. ഈ ചേർച്ചയ്ക്ക് നിദാനമായിരിക്കുന്നത് ഓംകാരമാണ്. ഓംകാരമാണ് പൊരുൾ. വിശേഷം ശ്രുതിയോടൊപ്പം ശ്രുതി എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത്? ആ സൃഷ്ടിയെ. സൃഷ്ടിയിലൂടെ രഹസ്യത്തെ അറിയുക. സൃഷ്ടിയിലൂടെ തന്നെ നമുക്ക് നീങ്ങിയേ മതിയാവൂ. അതുകൊണ്ടാണ് ഇത് സയൻസ് ആവുന്നത്, ശരിയായ സയൻസ് ആവുന്നത്. സൃഷ്ടിയെ അറിയുക എന്നതാണല്ലോ ശാസ്ത്രം, സയൻസ് ചെയ്യുന്നത്. ആ സൃഷ്ടിയെ കൃത്യമായിട്ട് എങ്ങനെ അറിയണം? സൃഷ്ടിയിലൂടെ തന്നെ. ഈ ദർശനങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയാൻ കഴിയും, സൃഷ്ടിയുടെ 6 കാരണങ്ങളെയാണ് 6 ദർശനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് നമുക്ക് എപ്പോഴെങ്കിലും വിസ്തരിച്ച് ഗ്രഹിക്കാം.